സജീവമായ ജീവിതത്തിൽ നമ്മളറിയാതെ നമ്മൾ കൊണ്ടു നടക്കുകയും പാരമ്പര്യത്തിൻ്റെ ഒരു വലിയ ഭാരം നമ്മുടെ കൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന വാക്കുകളിലൊന്നാണ് അനുഷ്ഠാനം. എന്താണ് അനുഷ്ഠാനമെന്ന് ഒറ്റ വാചകത്തിലോ ഒരു വാക്യത്തിലോ പറയാൻ സാധ്യമല്ലാത്തൊരു കാര്യമാണ്. ഭൗതികേതരമായ ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന പുരാവൃത്തങ്ങളുടെ പശ്ചാത്തലത്തിൽ പാരമ്പര്യത്തെ കൈകൊണ്ട് കാലങ്ങളായി നീണ്ടുപോകുന്നൊരു കാര്യമാണത്. അതിനകത്ത് പലപ്പോഴും ആചാരങ്ങൾ കൂടി കടന്നു വരാനിടയുണ്ട്. അനുഷ്ഠാനങ്ങളുടെ തുടക്കം പലപ്പോഴും എൻ്റെ കൂടെയുള്ളത് പത്മശ്രീ നാരായണ പെരുവണ്ണനാണ്. 68 വയസ്സാവുന്നു അദ്ദേഹത്തിന്. ഇത്രയും കാലം, അതായത് ഇവരുടെ കുലത്തിൽ പിറക്കുന്നവൻ സ്വാഭാവികമായും 4 വയസ്സ് മുതൽ തെയ്യക്കോലത്തിലേക്ക് ഒരു നല്ല കർക്കിടക മാസത്തിൽ അടിവേടൻ കെട്ടി പുറത്തേക്ക് വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടക്കം നമുക്കൊരു സ്തുതിയോടുകൂടി ആവാമെന്ന് കരുതുന്നു. പ്രിയപ്പെട്ട നാരായണ പെരുവണ്ണൻ. ഹരിവർദ്ധിക്കവണാളും വർദ്ധനം വീണാളും വീണോത്സ്യമാണ്ട് നാളും ശ്രീയം സമ്പത്തും പോലെ ഫലം വർദ്ധിക്ക വാഴുകതാനും കളിക്കതാനും പരദേവതക്ക് തിരുവള്ളം തെളിയമൃതാകിൽ പൊഴിക സമ്പത്തും മുഹൂർത്തം ഫലം വർദ്ധിക്ക. ആദ്യത്തെ അതിൻ്റെ തുടക്കമാണ്. അതിന് പിന്നെയാണ് വരവിളിക്കുക. അപ്പോൾ നമ്മളൊരു കതുവനൂർ വീടിൻ്റെ ഒരു വരവിളിയും കൂടെ ഞാൻ ഇവിടെ അവതരിപ്പിക്കാം. ഇന്നും താൻ വരിക വേണമല്ല കതുവനൂർ വീരൻ ദേവി സ്ഥലം വാങ്ങാട്ടുമേ തളിയില്ലത്ത് വിറ്റ് വളർന്ന് മൂവാണ്ടിൽ മുടി വലിച്ചു കൊയ്യവാണ്ടിൽ കയ്യെഴുതി വെയ്തെളിഞ്ഞു ഒരു ബന്ധും പന്തീരാണ്ടും നൽപ്രായത്തിൽ അച്ഛനും അമ്മയോടും വൈരാഗ്യപ്പെട്ടു ചുറ്റും പഞ്ചരവില്ലും തുറന്നെടുത്തു. അകലെ വീട്ടിൽ ചങ്ങാതികളും താനും കൂടാ പെട്ടെന്ന് കതുവനൂർ ചെന്നു. കതുവനൂർ നേരം മോമന്റെ പാലും ചോറും വാങ്ങിരാഭരിച്ചു മുത്താർ മുടിക്കുടകരുടെ യുദ്ധകളത്തിങ്കൽ വീണകപ്പെട്ട് ദൈവക്കരുവായ യോഗം വന്ന് വന്താർ മുടിയാറ്റാൽ നീരാടി വാഴും കതുവനൂർ വീട്ടിൽ ശേഷിപ്പെട്ടു. വാഴും കതുവനൂർ നേരം മോമൻ ചുറ്റിക്കെട്ടി വെള്ളിത്തളികയിന്ന് പള്ളിപ്പഴേരിയും വിളയാടി കതുവനൂരേക്ക് കതുവനൂർ വീര എന്ന് പേരും കൊണ്ടാൻ. കതുവനൂരും മാവേരിയും 2 സ്ഥാനത്തും ശേഷിപ്പെട്ടാറെ പോലെ സ്ഥാനത്തിങ്കിലേക്കും പോന്ന് ശേഷിപ്പെട്ട് ഞാൻ ചൊല്ലും തോറ്റത്തെ കേട്ട് വാമാടപ്പിലകമ്മ കളിച്ച് വിളിയാടിയോ വെള്ളിക്കുടി കൊണ്ട് തോറ്റം കേൾപ്പാൻ വരിക വേണം കതുവനൂർ വീരൻ ദൈവം. അതാണ് ദൈവത്തിൻ്റെതായിരിക്കുന്ന ആദ്യത്തെ വരവിളി. പിന്നെ അതിലൊരു വന്ദന ശ്ലോകം കൂടെ ഞാൻ ഈ കൂട്ടത്തിലൊന്നും ചെല്ലാം. ഏതായാലും നമ്മളിങ്ങനെ ഒരു പരിപാടി നടക്കുന്നില്ല. അപ്പോൾ തെയ്യം എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് അതിന് ഒരു ബോധ്യമുണ്ടാവുന്നത്. ഉത്തരമലബാറിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ മാത്രം ആചരിച്ചു വരുന്നതാണ് തെയ്യം. അപ്പോൾ അതിൻ്റെ ഒരു ഗണപതി സ്തുതി കൂടി ചെല്ലാം. ഹരിവാഴ്ക മാതാവും പിതാവ് തന്നെയും ഗുരുവിനെയോ ആദരിച്ചേ പിതാവിനും തൻ്റെ മൊഴിയാകിൽ തൻ്റെ ശ്രീ നമുക്ക് ഗുരുദൈവം താൻ വാഴ്ക പൊലിന്തേവനെ താനാകി നിന്ന വാഴ്കാമുനി മുന്നമേ നന്മ നൽകിയിടുന്ന നാഥ മുരഹരിയോ ശിവം നാരായണാവും നാമം നമസ്തേ നമസ്തേ നവാരേഹര. അതൊരു വന്ദന ശ്ലോകമാണ്. പിന്നെ ഓരോ തെയ്യത്തിനും ഓരോ തെയ്യത്തിൻ്റെതായിരിക്കുന്ന വ്യത്യസ്തമായിരിക്കുന്ന സ്തോത്രങ്ങളും സ്തുതികളും അഞ്ചടി പൊലിച്ചുപാട്ട് അങ്ങനെ ഒരു പലതരത്തിലുള്ളതാണ്. ആ തോറ്റത്തിൻ്റെതായിരിക്കുന്ന വഴികൾ ഓരോ തെയ്യത്തിനും വ്യത്യസ്തമായിട്ടുള്ള തോറ്റങ്ങളാണ്. ഇപ്പം നമ്മൾ ഇപ്പം ചൊല്ലിയത് കതുവനൂർ വീടിൻ്റെ തോറ്റമാണെങ്കിൽ അതിൻ്റെ തോറ്റങ്ങൾ തുടങ്ങുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് കിടക്കും. പൊലിച്ചുപാടൽ എന്ന് പറയുന്നൊരു ഭാഗത്തിലേക്ക് എത്തുമ്പം നമ്മൾ ചൊല്ലുന്ന തോറ്റം പിറന്നേ വളർന്നേ മൂവാണ്ടിയിലേ മുടി പോലെ അയ്യമാണ്ടിൽ കയ്യേഴുതി മെയ്തേളി ഞോ അങ്ങനെയാണ് ആ തെയ്യത്തിൻ്റെ ആ തോറ്റത്തിൻ്റെ ഭാഗങ്ങൾ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ഓരോ തെയ്യവും ഓരോ മനുഷ്യൻ ദൈവക്കരുവായി വരുന്നതാണ്. 2 രീതിയിലാണ് തെയ്യപ്പെടുന്നത്. ഒന്ന് ദൈവമായി ദേവതയായി വരികയും മറ്റൊന്ന് ജീവിച്ചിരുന്ന മനുഷ്യൻ അത് ദൈവക്കരുവായി മാറുകയും ചെയ്യാണ്. ഇപ്പോൾ ശ്രീ നാരായണ പെരുവണ്ണൻ സ്തുതി പാടിയപ്പോഴും 3 രീതികളിലാണ് നിങ്ങളെ അവതരിപ്പിച്ചത്. ഒന്ന് അമ്മ ദൈവങ്ങളുടേതാണ്. ദേവലോകത്ത് നിന്ന് കീഴ്ലോകത്തേക്ക് വന്ന്
മനുഷ്യന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുണ്ടായ അവതാരമെടുത്തവരാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ പരമശിവൻ്റെ പുത്രിയായിട്ട് വന്ന പുതിയ ഭഗവതിയാണ്. വസൂരിയെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പരമശിവൻ്റെ തന്നെ മൂത്ത മകളാണ് ചെറുമ്പ എന്ന് പറയുന്നത്. ചെറുമ്പ വിതക്കുന്ന വസൂരിയെ എടുത്തു കളയുന്നതിന് വേണ്ടി ശിവൻ രണ്ടാമത് തൊറ്റിപ്പുറപ്പെട്ടയിച്ച ദേവതയാണ് പുതിയ ഭഗവതി. ചോദിക്കുന്നുണ്ട് എൻ്റെ ജന്മദൗത്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അനുഷ്ഠാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് പാരമ്പര്യമായി നടന്നുകൊണ്ടുവരുന്നതാണ്. ഇതിന് പുറത്തുള്ളൊരു ജനതയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങൾക്കത് നോൺസെൻസായി ഫീൽ ചെയ്യാം. തെയ്യത്തെ അറിയാത്ത, തെയ്യത്തിൻ്റെ നിലപാടുകളെ അറിയാത്ത, തെയ്യം രൂപീകൃതമാവുന്ന രീതികൾ എന്തെന്നറിയാത്ത ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം തെയ്യം കാഴ്ചക്കുള്ള മാത്രം വസ്തുതയാണ്. പക്ഷേ വടക്കേ മലബാറിലെ കാവുകളിൽ, തറവാടുകളിൽ, അവിടെ കെട്ടിയാടപ്പെടുന്ന ഇടങ്ങളിലൊക്കെ നാരായണ പെരുവണ്ണൻ എന്ന മനുഷ്യൻ പരാതിത്വം പ്രാപിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം മനുഷ്യനായാണ് കാവുകളിലേക്ക് പോകുന്നത്. അവിടെ ചുറ്റിക്കെട്ടി നിന്ന് സ്തുതി പാടി, തോറ്റം പാടി, വരവിളിച്ച്, വലിയ തോറ്റം, അന്ത്യത്തോറ്റവും ഉച്ചത്തോറ്റവും കഴിഞ്ഞ്, ഇതൊക്കെ കഴിഞ്ഞ് വരവിളിത്തോറ്റം കൂടി കഴിഞ്ഞതിന് ശേഷം, ഒരു കൊടിയിലത്തോറ്റം കൂടി കഴിഞ്ഞതിന് ശേഷം ആവുമ്പോഴേക്കും നാരായണ പെരുവണ്ണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പിന്നീടില്ല. പിന്നീട് ഉണ്ടാവുന്നത് ഒരു ദൈവക്കരുവാണ്, ദൈവക്കോലമാണ്. അപ്പോൾ ഇത് പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ്. ഇതിന് പുരാവൃത്തമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഒരു പിടിയിൽ നിന്ന് അനുഷ്ഠാനത്തിന് ഒരു രീതിയിലും മോചനമുണ്ടാവില്ല. പലപ്പോഴും ആചാരവും അനുഷ്ഠാനവും തമ്മിൽ ഒരുപാട് സംശയങ്ങളുണ്ടാവും. ആചാരം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. അത് ഒരു രീതിയിൽ പറഞ്ഞ സെക്കുലർ കൂടിയാണ് ആ സംഭവം. ഒരാളെ കാണുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നു. ഒരു തെയ്യവും ആരെ കണ്ടാലും എഴുന്നേറ്റ് നിൽക്കേണ്ട കാര്യമില്ല. അധികാരത്തിൻ്റെ ശ്രേണിബന്ധമായിട്ടുണ്ടെങ്കിൽ പോലും തമ്പുരാക്കന്മാരുടെ കീഴിലാണ്. തമ്പുരാക്കന്മാരാണ് നാരായണനെ പെരുവണ്ണനാക്കുന്നത്. അതൊരു അനുഷ്ഠാനപരമായ ചടങ്ങാണ്. അതുകൊണ്ട് റിച്വൽ എന്ന് പറയുന്ന സംഗതിയും റൈറ്റ് എന്ന് പറയുന്ന സംഗതിയും രണ്ടും രണ്ടാണ്. ഇപ്പോൾ കതിരൂർ വീരൻ കെട്ടുമ്പോഴുണ്ടാകുന്ന ആചാരം അല്ലെങ്കിൽ അനുഷ്ഠിക്കേണ്ടി വരുന്നത് ഏതാണ്ട് 300ഓളം, നാരായണ പെരുവണ്ണനെ കുറിച്ച് നിങ്ങളൊന്ന് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, 300ഓളം കതിരൂർ വീരൻ അദ്ദേഹം കെട്ടിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട നമ്മളെ ഫാമിലിയെ സംബന്ധിക്കുന്ന 2 വരി തോറ്റമുണ്ട്. അതെന്തായാലും പെരുവണ്ണനെ കൊണ്ട് പാടിച്ചേ പറ്റൂ. കാരണം അത് പെരുവണ്ണൻ്റെ ഈ ജീവിതത്തിൻ്റെ ചംക്രമണത്തിൻ്റെ ഒരു അവസ്ഥയിൽ തന്നെ പെരുവണ്ണൻ ഏറ്റവും കൂടുതൽ കെട്ടിയാടിയ തെയ്യം എന്നുള്ള രീതിയിൽ തന്നെ പെരുവണ്ണൻ ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടാവുന്ന 2 തെയ്യക്കോലങ്ങളിലൊന്ന് അദ്ദേഹത്തിൻ്റെ ഈ കോലവും, 2 അല്ല 3 തെയ്യക്കോലങ്ങൾ എക്സ്പെർട്ടൈസ് ചെയ്തിട്ട് പറയണം. അതിലൊന്നിലേക്ക് പിന്നീട് വരാം. ബാലിയാണ് ഒന്ന്, മറ്റൊന്ന് മുച്ചിലോട്ട് ഭഗവതിയാണ്, അതിലേക്കും വരാം. അതിനു മുന്നേ നമ്മുടെ ഒരു ഫാമിലി സ്ട്രക്ചറിൽ, കുടുംബം എന്ന് പറയുന്നൊരു ഘടകത്തിൽ, ജീവിതം എന്ന് പറയുന്നൊരു മഹാസമസ്യയിൽ ഒരു ഭർത്താവും ഭാര്യയും തമ്മിൽ പിണങ്ങി പടക്കളത്തിലേക്ക് പോകുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ കതിരൂർ വീരൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് എന്തായാലും പെരുവണ്ണൻ തന്നെ അത് പാടിക്കേൾക്കുന്നത് ഭയങ്കര കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതായത് കതിരൂർ വീരൻ കൊടകിൽ അമ്മാവൻ്റെ കൂടെ പോയി അവിടെ താമസമാക്കി. അവിടുന്ന് ജീവിതം യുദ്ധത്തിൽ മരിക്കുമെന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ തോറ്റു മരിക്കലല്ല, ജീവിതം അവർക്ക് സമർപ്പിച്ചിട്ട് എന്നെ നിങ്ങൾ കൊന്നിടുവൻ നിങ്ങളും എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് സമർപ്പിക്കും. അപ്പോൾ ആ സമയത്ത് അതായത് ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ അവരുടെ ആയിരിക്കുന്ന ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗത്തിലേക്ക് ഞാൻ കിടക്കാം. മൂപ്പര് എണ്ണ വിൽക്കാൻ പോയപ്പോൾ അല്പം വൈകിപ്പോയപ്പോൾ അവിടുത്തെ ഒരു കുടകരുടെ ആലയിൽ നിന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അവിടെ പട്ടിണി കിടക്കേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി പിറ്റേന്ന് രാവിലെ പോയപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിൽ വരാതെ ഒരാളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇന്നാലേ മേതരേ പള്ളി പുലർന്നേ ഏടോ മേതരേ പള്ളി പുലയരേ ചാള ഞാൻ അറിയുകയില്ല വേളാർകോട്ട് പടിഞ്ഞാറ്റേ ഞാൻ അറിയുകയുള്ളൂ വേളാർകോട്ട് ചെമ്മരത്തി വിളമ്പിട്ട് ഉള്ളൂ
വിശക്കുന്നേരം കളി പറയല്ല ചെമ്മരത്തി ഈ ചാണോ കയ്യോ കഴുകാതെ അവൾ അകത്തേ കടന്നു ഇട്ടേറിഞ്ഞ് ഇരുന്നാവൂരി അരിയും വെച്ചോ ചോറും വിളമ്പി കഥകരികെ നിന്നവ ഏളോ അരിവേച്ചാലൊരിയെ കറിവേക്കണ്ടേ ചെമ്മരത്തി നിന്നെ തറിച്ചോ മുറിച്ചോ ഞാൻ കറിയ വെക്കേണ്ട ഏതോ തോറ്റംപാട്ടിൽ നിങ്ങൾക്കത് മനസ്സിലാകേണ്ടതുമാണ്. ശണ്ട കൂടിയ ഭാര്യ, സംശയിക്കപ്പെടുന്ന ഭർത്താവ് തിരിച്ച് രാവിലെ വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇന്നലെ ഏത് പൊലയച്ചാളയിലാണെന്നുള്ളതാണ്. ആ ചോദ്യം ആ കാലഘട്ടത്തെ ജാതി വ്യവസ്ഥകളെ ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ദേഷ്യം പിടിച്ചിട്ട് ഭർത്താവിനെ കാണാതിരിക്കുമ്പോൾ അകത്തുള്ള അരി വാരി ആ ചട്ടി അടക്കം പുറത്തേക്ക് എറിഞ്ഞുവെന്നും എന്നിട്ട് ആ അരി വാരിയിട്ടാണ് ചോറ് വെച്ചതെന്നും മലബാറിൽ ഇപ്പോൾ വിശ്വസിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആദ്യം ചോറ് വാരുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നത് കല്ല്, പിന്നീട് കിട്ടുന്നത് മുറിഞ്ഞ മുടി. ഇതൊക്കെ അതിന് മുന്നെയാണ് ചോദിക്കുന്നത്. അരി വെച്ചാൽ ഒരു കറി വെക്കേണ്ട ചെമ്മരത്തി എന്ന് ചോദിച്ചപ്പോൾ നിന്നെ തറച്ചു കുറിച്ചിട്ടാണോ, സ്വന്തം ഭർത്താവിനെ തറച്ചു കുറിച്ചിട്ടാണോ എന്നാണ് പറയുന്നത്. അതൊരു വളരെ പ്രകടമായൊരു മിത്താണ്. ഇതിന് ഉപോത്ബലകമായി മാങ്ങാട്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, കുമരച്ചൻ ചക്കി എന്ന് പറയുന്ന രണ്ടുപേരുടെ നടന്നുപോയൊരു മനുഷ്യൻ, അദ്ദേഹമാണ് കൊടകിലേക്ക് പോകുന്നത്. പിന്നീട് മുത്താർമുടി യുദ്ധത്തിൽ അദ്ദേഹം ഏറ്റുമുട്ടി കൊല്ലപ്പെടുകയും നടന്നുപോയ മനുഷ്യൻ, കുന്ന് കയറിയ മനുഷ്യൻ, മല കയറിയ മനുഷ്യൻ ദൈവമായി തിരിച്ചു വരികയും ചെയ്തതാണ്. അങ്ങനെയുള്ള ദൈവക്കരുക്കളെയാണ് ഇവരൊക്കെ അല്പം കൊടുത്ത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുന്നത്. ഇതിന് അനുഷ്ഠാനത്തിൻ്റെ വളരെ പ്രകടമായ ഒരിടപെടൽ ഇത് ആധുനിക ജീവിതത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം കതൂനൂർ വീരൻ കിട്ടിയ സ്ഥലം നമ്മൾ ആമേരി, പുല്ലൂപ്പി 2 സ്ഥലങ്ങളിൽ കഴിഞ്ഞ വർഷം കതവനൂർ വീരൻ കെട്ടിയാടിയിട്ടുണ്ട്. അത് ആമേരി പിള്ളേർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ 2ാമത്തെ സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഒരു വീട്ടിൽ വെച്ചിട്ടാണ് ഒരു പ്രാർത്ഥനയായിട്ടാണ് ആ കഴിഞ്ഞ കൊല്ലം ആമേരി വീരൻ തന്നെയാണ് അവിടെ. പക്ഷെ കതവനൂർ വീരൻ്റെ പേര് 2ാമത്തെ സ്ഥലമായതുകൊണ്ട് ആമേരി വീരൻ എന്ന് പറയപ്പെടുന്നു. ആമേരി പിള്ളേരിലാണ് ആ തെയ്യം അവതരിപ്പിച്ചത്. ഇത് കൊടകിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാലും മലബാറിലെ തീയ സമുദായത്തിൻ്റെ ഏറ്റവും പ്രബലമായ തെയ്യങ്ങളിൽ ഒന്നാണ് കതവനൂർ വീരൻ. ഇതിന് ഉപോത്ബലകമായി 2-3 സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. 5ഓളം നോവലുകൾ ഇറങ്ങിയിട്ടുണ്ട്. പെൻപ്രവാരമഷ് ഏഴിനുമീതെ എന്ന് പറയുന്ന നോവൽ ഒന്നുകൂടി വായിക്കാവുന്നതാണ്. വായിച്ചു കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പാടുകയും പറയുകയും ചെയ്ത ഇപ്പോഴും അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഒരു തെയ്യം തുടങ്ങുന്നതിൻ്റെ അനുഷ്ഠാനം എന്താണെന്ന് ഇപ്പോൾ പെരുവണ്ണാനോട് ചോദിച്ചാൽ പെരുവണ്ണാൻ ആദ്യം തന്നെ പറയുന്നത് എന്തായിരിക്കും എന്ന് നമുക്കൊന്ന് കേൾക്കാവും. ഒരു തെയ്യത്തിൻ്റെ തുടക്കം, ഒരു കാവലിൽ പോയാൽ എങ്ങനെയാണ് നിങ്ങൾ തെയ്യം തുടങ്ങുന്നത്? കാവല് നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പം തന്നെ നമ്മളവിടെ നമ്മുടെ ഗുരുനാഥന്മാരൊക്കെ ദീപം കത്തിച്ച് വെച്ച് നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരെയൊക്കെ വിളിച്ച് എല്ലാവരും നമ്മുടെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് നമ്മളിങ്ങനെ ഈ അടിയന്തരത്തിന് പോവാണ്, അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ കണ്ട് പോയ പോലെ തന്നെ നമ്മളെ തിരിച്ച് വീട്ടിലെത്തിക്കണമെന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും പരസ്പരം അരിയിട്ട് വന്നിച്ചിട്ട് മാത്രമേ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകൂ. ആ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ നമുക്ക് സ്വീകരിക്കും. നമുക്ക് കിണ്ടിയിൽ വെള്ളം അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ തരും. നമ്മൾ വേഗം അണിയറയിലേക്ക് പോയി കഴിഞ്ഞിട്ടാകുമ്പം അത് തുടങ്ങുന്നതായിരിക്കുന്ന പ്രത്യേക ചില സമയങ്ങളുണ്ട്. ആ സമയത്ത് മാത്രമേ അവർ നമ്മളെ വിളിക്കൂലൂ. ഇപ്പോൾ ഒരു കതവനൂർ വീടിൻ്റെത് പറയുമ്പോൾ അവർ വന്നിട്ട് അണിയറയിൽ വന്നിട്ട് പെരുന്നാനെ നമുക്ക് ആയുധം വെക്കണം എന്ന് പറയും. അപ്പോൾ താരിയും പിടിച്ച് നമ്മൾ കൊണ്ടുപോകുന്ന ആയുധം അവിടെ നമ്മൾ പടിഞ്ഞാറ്റകത്തിന് എടുക്കണം. അപ്പോൾ മന്നപ്പൻ
യുദ്ധകളത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് എടുക്കുന്ന ആയുധമാണ് നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ യുദ്ധകളത്തിലേക്കായിട്ടാണ് പോകുന്നത്. ആ യുദ്ധകളത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ ആയുധം അവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ പീഠത്തിൻ്റെ മുകളിൽ അത് കൊണ്ടുവച്ച് കഴിഞ്ഞ് അത് അവരെടുത്ത് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ച് പൂജ ചെയ്തതിന് മാത്രമേ നമ്മൾ തോറ്റം തുടങ്ങുള്ളൂ. പിന്നെ ചുറ്റിക്കെട്ടി ആദ്യത്തെ ഇനി 3 പിന്നെ ഘട്ടങ്ങളിലായിട്ടാണ്. ഒന്ന് തുടങ്ങിൽ തോറ്റം, ഒന്ന് വലിയ തോറ്റം, പിന്നെ ഒരു കൊടിയേൽ തോറ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ദൈവത്തിന് നമ്മൾ ആവാഹിച്ച് കൊണ്ടുവരുന്നതാണ് കൊടിയേൽ തോറ്റം. അത് അവിടുത്തെ കത്തിച്ച അതിൻ്റെ ഉള്ളിൽ നിന്ന് കത്തിച്ച ദീപത്തിൻ്റെ അകത്ത് നിന്ന് നമ്മളിലേക്ക് ആവാഹിച്ചെടുത്ത് നമ്മൾ അണിയറയിൽ കൊണ്ടുപോയി അവിടെ വെച്ച് തൊഴുത് ശേഷമാണ് നമ്മുടെ മുഖത്ത് പറഞ്ഞു വിടുക. മുഖത്ത് പറഞ്ഞു വിട്ട് ആ കോലത്തിൻ്റെ രൂപത്തിൽ നമ്മൾ ആ അണിയറയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. പുറത്ത് വന്ന് നമ്മുടെ പിന്നെ വടക്കേം ഭാഗം എന്ന് പറയും, അവിടെ ഇതിന് കോത്തിരിയൊക്കെ വാഴപ്പോള കൊണ്ടുണ്ടാക്കി ചില തട്ടൊക്കെ വെച്ചിട്ട് അതിലേക്കുന്ന തട്ട് മുതിർച്ചയും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. ആ കോത്തിരിക്കാണ് നമ്മൾ യുദ്ധകളമായിട്ട് സങ്കല്പിക്കുന്നത്. അവിടെയാണ് ഈ തെയ്യത്തിൻ്റെ പ്രകടനങ്ങളെല്ലാം അവിടെ കാണിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ തുടക്കം. അങ്ങനെ ഓരോരോ അനുഷ്ഠാനങ്ങൾക്ക് പോകുമ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് അതിൻ്റെ അയക്കുന്ന നമ്മളെ പൂർവികര വന്നിച്ചിട്ട് പോകും. നമുക്ക് ഒരിക്കലും തെയ്യത്തെ കല എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ ഭാഷയിൽ ഒരിക്കലും പറയില്ല. തെയ്യം കലയിലേക്ക് വരുന്നതിന് മുന്നേ പെരുവണ്ണൻ വളരെ സമർത്ഥമായി സ്കിപ്പ് ചെയ്യുന്ന ചില കേന്ദ്രങ്ങളുണ്ട്. അതിലൊന്ന്, ഞാൻ ഈ അനുഷ്ഠാനത്തിൽ തന്നെ തിരിച്ചു പോവാണ്. കാരണം നമ്മളിപ്പോൾ ജനാധിപത്യ സംവിധാനത്തിലാണ് ജീവിക്കുന്നത്, യാതൊരു സംശയവും ആശങ്കയും നമുക്കില്ല. പക്ഷേ തെയ്യക്കാവുകളിൽ ഇന്നും ആചരിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാസ്റ്റ് ഹൈറാർക്കി ഒരു ഡിഗ്രി പോലും ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. കാരണം തെയ്യം ഇറങ്ങണമെങ്കിൽ മേലായി മുന്നിൽ വന്നിരിക്കണം, തന്ത്രി വന്നിട്ട് ശുദ്ധീകർമ്മം ചെയ്തിരിക്കണം, അതിന് കോമരമുണ്ട്. പെരുവണ്ണാനും നേരിട്ടിട്ട് പോയിട്ട് ഞാനങ്ങ് തെയ്യം കെട്ടേക്കാം എന്നങ്ങ് തീരുമാനിക്കാൻ പറ്റില്ല. തെയ്യം കെട്ടണമെങ്കിൽ തന്നെ അവിടെയുള്ള ആൾ കൈനീട്ടം കൊടുക്കണം. കൈനീട്ടം കൊടുക്കുമ്പോൾ ആദ്യം കൊടുക്കുന്നത് ഇവർക്കല്ല, ഇവരുടെ മേൽജാതിക്കാരായ തീയർക്ക് കൈനീട്ടം കൊടുത്തതിന് ശേഷം മാത്രമേ പെരുവണ്ണാനും മലയനും ഒക്കെ വെറ്റിലയും അടക്കയും കൂടി കൊടുക്കുള്ളൂ. അതൊരു സാക്ഷ്യമാണ്. ഈ സാക്ഷ്യം എഴുതപ്പെട്ട സാക്ഷിയാണോ നിങ്ങൾക്ക് എന്നോട് ഒരുപക്ഷെ ചോദിക്കാം. ഇത് ലിഖിതമായിട്ടുള്ളതല്ല, പട്ടോലയിൽ എവിടെയും ഇത് കാണാനുമില്ല. പക്ഷെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി ഇത് ആത്മീയതയുമായി ബന്ധപ്പെട്ട് പുരാവൃത്തങ്ങളായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതാണ് ഈ കാര്യം. തോറ്റം തന്നെ 3 തോറ്റങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ഇതിൻ്റെ കതൂനൂർവിൻ്റെ ഒരു വലിയൊരു കാര്യം, നടന്നു പോയ അങ്ങേ അറ്റത്തെത്തിയാൽ ബാക്കി പറയുന്നതിൻ്റെ കാര്യം പറയും. ഞാൻ ഇവിടുത്തെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ കാരണം ഏറ്റവും ഇഷ്ടപ്പെടുന്നതും ഏറ്റവും കൂടുതൽ കാലം കെട്ടിയതും നല്ല ആയോധന മുറകൾ പരിചയമുള്ളതായ ഒരു മനുഷ്യനായതുകൊണ്ടാണ് കതൂനൂർ വീരൻ്റെ അടുത്ത് തന്നെ നിന്നത്. കതൂനൂർ വീരൻ ഈ മാങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അച്ഛൻ ജോലി ചെയ്യാൻ പറഞ്ഞു, ചെയ്തില്ല. അപ്പോൾ ചെറുപ്പകാലത്തായതുകൊണ്ട് കുട്ടികളോട് കൂടി കളിച്ച് നടക്കുന്ന കാലഘട്ടം ആയതുകൊണ്ട് അച്ഛൻ പറഞ്ഞു വല്ല പോയാൽ പ്രവർത്തിക്കും പോകണം, വെറുതെ ഇങ്ങനെ കളിച്ച് നടന്നാൽ പോരാ പറഞ്ഞു. അപ്പം തന്നെ മറുപടി പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ, പണിയെടുക്കാൻ എന്നെ പഠിപ്പണ്ടാടി പറ്റിയിട്ടൊന്നുമില്ല, തുറമെടുക്കാൻ ഞാൻ തുറക്കാരൻ്റെ മോനുമല്ല, എന്നാൽ പണിയെടുക്കാതെ നിനക്ക് ചോറില്ല എന്ന് പറഞ്ഞു. പണിയെടുത്തിട്ട് നിങ്ങൾ ചോറും വേണ്ടാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആ ഒരു ഇതിലാണ് മൂപ്പർ ഈ പണ്ട് ചെറുപ്പകാലത്തിൻ്റെ കുട്ടികളെന്നും ശാസിച്ചു കഴിഞ്ഞാൽ നാട് വിട്ടു പോകുന്നൊരു സമ്പ്രദായം ഉണ്ടല്ലോ, അതുപോലെ ഇവൻ 4 ചങ്ങാതിമാരെയും കൂട്ടിയിട്ടാണ് കൊടകിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ എത്തി അവിടുന്ന് ആ യുദ്ധകളത്തിന് ദൈവമായിട്ട് മാറിയതിന് ശേഷമാണ് പിന്നെ ആ തെയ്യത്തിൻ്റെതായിരിക്കുന്ന ഘട്ടത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു അനുഷ്ഠാനമായിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് നമ്മൾ അവിടെ മുന്നോട്ട് ദൈവമായതിന് ശേഷമുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് വഴിയിലാന്ന് പറയും. ഇത് ഈ കോലധാരിപ്പം നമ്മളൊരു 6 മണിക്കൂറോളം ഈ തോറ്റം ചൊല്ലിക്കൊണ്ടിരിക്കണം. ഒരു സന്ധ്യക്ക് ഒരു 6 മണിക്ക് തുടങ്ങിയാൽ രാത്രി 12 മണിക്കാണ് തോറ്റം അതിൻ്റെ പര്യവസാനത്തിലെത്തുക. അതായത് യുദ്ധകളത്തിൽ എത്തുന്നവരിൽ കാര്യങ്ങൾ നമ്മൾ തോറ്റത്തിൽ ചെല്ലുമല്ലോ. പക്ഷെ അതിന് ശേഷമുള്ള എങ്ങനെ ദൈവക്കരുവായി വന്നു എന്നതിന് ശേഷമുള്ള ചില കാര്യങ്ങൾ അത് തെയ്യം ഇറങ്ങിയാൽ മാത്രമേ പറയുള്ളൂ. എന്നാൽ തെയ്യം ഇറങ്ങിയാലോ ഈ മാങ്ങാട്ടിൽ നിന്ന് തുടങ്ങിയ മുതൽ മാങ്ങാട്ടുനിടിയ കാതരം കൈക പോയി, തിരുവത്തെരിഞ്ഞ് തിരുവത്ത് കപ്പാലം കൈക പോയി, എരിക്കീഴിൽ ഭഗവതീനെ ഞാൻ കൈതേതു, വേദവനാല മക്കളത്തെ ചാല് കഴിഞ്ഞു, കടമ്പേരിയിടുവൻ വാതിൽ കൈക പോയി, ചുഴലി ഭഗവതി അമ്മേനെയും ഞാൻ കൈതേതു. അങ്ങനെ പറഞ്ഞിട്ടാണ് മൂപ്പരങ്ങ് കൊടകിലേക്ക് എത്തുന്നത്. കൊടകിലേക്ക് എത്തിയതിനു ശേഷം വീരമൃത്യു മരിച്ചു. അപ്പോൾ അറിഞ്ഞ വല്ല കവിടോട്ടും കേട്ടവരുടെ തണ്ടും വലകൂടി എത്തിച്ചു നേരം മൂവൻ. അവരെല്ലാവരും യുദ്ധകളത്തിലേ പോന്ന് വരുന്നു, എല്ലെല്ലാ ശവമതങ്ങ് കാണാനുണ്ട്. എമ്പെയ്തോ ശവമേതം നെതിയാഞ്ഞിട്ട് മുണ്ടം വന്നും കൈതം വന്നും ശവം പൊറുക്കി, ഖണ്ഡത്തോട് ഖണ്ഡം വെച്ച് നോക്കുന്നേരം തുണ്ടത്തോട് തുണ്ടം വെച്ച് നോക്കുന്നേരം എല്ലെല്ലാ ഖണ്ഡവും തുണ്ടവും കാണാനുണ്ട്.
എൻ്റെ ഇതൊരു ചെറുവിരളും പീഠമോതിരവും കാണാനില്ല. അമ്മരമാർഗ പറന്നു എൻ്റെ ചെറുവിരല്, അത് പോയി വീണത് വേളാർകോട്ടാണ്. അപ്പോൾ അങ്ങനെ ഇവർ യുദ്ധകളത്തിന് ഈ ശരീരം എടുത്തിട്ട് പോയി ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ എന്താണ് നമുക്ക് ദഹിപ്പിക്കാനുള്ള മാർഗം? ഒന്നും മണ്ണായുധമില്ല, അതായത് കുങ്കോട്ടും കൈക്കോട്ടും വേണം കുഴിച്ചിടണമെങ്കിൽ. അപ്പോൾ അത് ഇല്ലാതെ കൊണ്ട് പറഞ്ഞു, അപ്പോൾ നമുക്ക് ദഹിപ്പിക്കണ്ടെങ്കിൽ വിറക് വേണ്ടേ? അപ്പോൾ അന്നേരാണ് ചുഴലിഭൂമിയുടെ തിരുവള്ളത്താൽ, അതായത് അമ്മയുടെ ശക്തിയിലേക്ക് ലയിച്ചൊരു വ്യക്തിയാണ് ഈ മന്നപ്പൻ എന്ന് പറയുന്ന ആള്. അപ്പോൾ ആ അമ്മയുടെ ശക്തി കൊണ്ടൊരു കാറ്റടിച്ചു, കൊമ്പ് പൊട്ടി വീണു. ആ കൊമ്പ് അണ്ണുക്കെന്ന് പറയുന്നത് അവൻ്റെ അമ്മാവൻ്റെ മകൻ്റെ അരക്കത്തി, അരയിൽ ചെറിയ കത്തിയുണ്ട്, കൊടകരമാർക്ക് അപ്പം കൊണ്ടു നടക്കുന്ന ഒരു കത്തിയുണ്ട്. ആ കത്തി എടുത്തിട്ട് പിന്നെ വിറകുണ്ടാക്കി ചെതയുണ്ടാക്കി, ചെതയിൽ ഇങ്ങനെ പിന്നെ ഇതെടുത്ത് വെച്ച് ഇവരെല്ലാവരും ഇങ്ങനെ ദഹിപ്പിക്കുന്ന സമയത്ത് ചെമ്മരത്തി പറയും, പിന്നെ നട്ടുച്ചക്കല്ലേ നക്ഷത്രം ഉദിച്ച് കാണണമെന്ന് പറയും. അപ്പം എല്ലാവരും മുകളിലോട്ടേക്ക് നോക്കും. ആ നോക്കുന്ന സമയത്ത് ഈ ചെമ്മരത്തി തീയിലേക്ക് വീഴും. രണ്ടുപേരെയും കൂടെ ദഹിപ്പിച്ചതിന് ശേഷമാണ് ഇവർ കുളി കഴിക്കാൻ വേണ്ടി പോയപ്പോൾ വന്താറുകൂടി പോയി കുളിക്കുമ്പോൾ രണ്ടാളും മുകളിൽ നിന്ന് കുളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആരാൻ്റെ ശവ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞത്, പക്ഷേ ചെമ്മരത്തിയും മണ്ണപ്പനല്ലേ അവിടെ നിന്ന് കുളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആരും വരുന്ന സമയത്ത് അവിടെ കല്ലും കടവെള്ളം വെള്ളം നനഞ്ഞിട്ടേ ഉള്ളൂ, ഇവരെ കാണാനില്ല. അങ്ങനെ ഈ അണ്ണുക്കൻ്റെ ദർശനം ഉണ്ടാക്കി കൊടുക്കും. ദർശനം ഉണ്ടാക്കി കൊടുത്തിട്ട് എനിക്ക് 7 13 വേണ്ട, എനിക്ക് അകത്തൂർ അറപൂജ, പുറത്തൊരു പെരുങ്കളിയാട്ടം, പാർഗോയി മധുക്കലശം, പുറത്ത് ചങ്ങാതികൾക്കും കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് കെട്ടി കുടികൂട്ടിയിട്ട് ദൈവക്കരുവായി കതവനൂർ വീരനാക്കിയിട്ട് അവിടുന്ന് ചുറ്റിക്കെട്ടി അമ്മാവൻ വിളിക്കുന്ന പേരാണ് കതവനൂരേക്ക് കതവനൂർ വീര എന്നുള്ള പേര് വരുന്നത്. ഞാൻ ഇത്രയും പെരുവണ്ണാനെ കൊണ്ട് പറയിപ്പിച്ചത് എങ്ങനെയാണ് വളരെ സജീവമായി സചേതനമായി ജീവിച്ചൊരു മനുഷ്യനെ ദൈവക്കരുവായി വെക്കുകയും പിന്നീട് അത് ആരാധനയായി കൊണ്ടുവരികയും ചെയ്തത് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മുൻനടയും വൈനടയും ഒക്കെ ഉണ്ട്. നമുക്ക് തിരിച്ച് പെരുവണ്ണൻ അതിനിടയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വളരെ അഹങ്കാരമുള്ളൊരു സമയം, വടക്കേ മലബാറിലൊരു വളരെ അഹങ്കാരമുള്ളൊരു സമയം കേരളത്തിന് അനുഷ്ഠാന കലകൾക്ക് ഇന്ന് വരെ പത്മശ്രീ ലഭിച്ചിട്ടില്ല. ഇന്ന് വരെ ഞാൻ ഉപയോഗിച്ച വാക്ക് അനുഷ്ഠാന കല എന്നാണ്. അപ്പോൾ പെരുവണ്ണൻ അതിനെ നേരത്തെ നിഷേധിക്കുന്നുണ്ട്. കലയും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പെരുവണ്ണൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതിന് ശേഷം അക്കാഡമിക് സ്റ്റൈലിലൊരു കാര്യം ഞാനത് പറയാം. നമ്മുടെ ഒരു അഭിപ്രായം എന്താണെന്ന് പറയാം. കല എന്ന് പറയാൻ പിന്നെ അത് അല്ലാന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് അനുഷ്ഠാനമായിട്ട് നടത്തുന്ന ഒരു പിന്നെ ഇതന്നെയാണ് തെയ്യം. അതെല്ലാ പിന്നെ ക്ഷേത്രങ്ങളിലും മാത്രമാണ്. ഈ ഇപ്പം പൊതുവേദിയിൽ അങ്ങനെ തെയ്യം കിട്ടും, അതിനെ നമുക്ക് വേണ്ടി ഒരു കല എന്ന് പറയാം. പൊതുവേദിയിൽ കിട്ടുമ്പോൾ അത് കലയായി മാറുന്നത്. അപ്പോൾ തെയ്യം അവിടെ അനുഷ്ഠാനമില്ല, അത് ചെയ്യാനും പാടില്ല. ശരിക്കും അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ ഒരു പ്രാർത്ഥന വഴിപാടായിട്ട് ഇപ്പം കതവനൂർ പേരിൽ നമുക്കൊരു പൊതുസ്ഥലത്ത് വെച്ച് കെട്ടാം. അപ്പോൾ അതിനുള്ളിലായിരിക്കുന്ന ചിട്ടവട്ടങ്ങളുണ്ട്. ആ ചിട്ടവട്ടങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ആചാരത്തോടും കൂടി മാത്രം. ഇപ്പോൾ പുതിയ ഭഗവതിനെ ഇപ്പോൾ നമ്മളിപ്പം പിന്നെ വയലുകളിൽ വയൽത്തറിയായിട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പം മാക്കം ഭഗവതി, മാക്കം എന്ന് പറഞ്ഞൊരു തെയ്യം ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ഭഗവതി തെയ്യമാണ്. അത് ആ തെയ്യത്തിന് ഞങ്ങളിങ്ങനെ പൊതു സ്ഥലത്ത് വെച്ചിട്ട് ഇപ്പം പിന്നെ ക്ലബ്ബുകൾ പിന്നെ ഇതിൻ്റെ പേരിൽ നമുക്ക് വയലിൽ വെച്ചിട്ട് മാക്കപ്പൊതി കെട്ടണം. അപ്പോൾ അങ്ങനെ നമ്മൾ പതിയൊക്കെ കെട്ടി അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തിട്ട് മാത്രമേ ആ തെയ്യത്തിനെ പോലും അവിടെ നമുക്ക് കെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടും അതിന് ഒരു കല എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കലേൻ്റെ അടിസ്ഥാനം ഇതിലെന്നാണ് മുഖത്തെഴുതുമ്പം ആ എഴുതുന്ന ആളുടെ കഴിവാണ് കല. അതാണ് നമ്മൾ കല എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒടയാഭരണങ്ങൾ, ആടിലെ ആഭരണങ്ങൾ, അതിൻ്റെ മുടിയൊക്കെ തീർക്കുന്നത് അത് ആ ചെയ്യുന്നവൻ്റെ അവർ പിന്നെ കഴിവിനെയാണ് നമുക്ക് കല എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മളെ അനുഷ്ഠാനത്തിൽ നമുക്ക് ഒരിക്കലും കല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് പൊതുവേദിയിലെല്ലാം കിട്ടത്തുള്ളാലോ. അപ്പോൾ അത് പറ്റില്ല. അത് നമ്മൾ അനുഷ്ഠാനത്തോടുകൂടി ചെയ്യുന്നതുകൊണ്ട് മാത്രമേ തെയ്യത്തിന് അത് ആചാര അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ഞാൻ ഒരിക്കലും അതിനെ കല എന്ന് പറയാം. കല നമ്മൾ അതിൽ അടങ്ങിയിരിക്കുന്ന കഴിവിനെ മാത്രമേ നമുക്ക് കല എന്ന് പറയാൻ പറ്റുള്ളൂ. തെയ്യത്തിന് മുഖത്തെഴുതുന്നവർ പിന്നെ തെയ്യക്കാരൻ്റെ അല്ലെങ്കിൽ പിന്നെ ഒരു കൊലധാരി അല്ലെങ്കിൽ മറ്റു ഇപ്പം നമ്മൾ സ്വന്തം മുഖത്തെഴുതുന്ന ചില തെയ്യങ്ങളുണ്ട്. അതുകൂടാതെ കൊണ്ട് ഇപ്പം പിന്നെ മറ്റുള്ളവർ എഴുതി കൊടുക്കുന്ന ചില തെയ്യങ്ങളുണ്ട്. അപ്പോൾ അവരുടെ കഴിവിന് മാത്രമേ നമുക്ക് അതിലൊരു കലയായിട്ട് അംഗീകരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അനുഷ്ഠാനമായിട്ടിലേക്ക് ഇതിനെ ഒരിക്കലും കല എന്ന് പറയാൻ പറ്റില്ല. ഇവിടെയാണ് പാരമ്പര്യം ഇവരെ വല്ലാതെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം ഇതാണ്. കാരണം ഒരു അനുഷ്ഠാനത്തെ അതിനകത്തേക്ക് ആർട്ട് ഫോംസ് മുഴുവനുണ്ട്. കാരണം ഫേഷ്യൽ ഡ്രോയിങ്, മുഖത്തെഴുത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പോൾ അത് ഫേഷ്യൽ ഡ്രോയിങ് എന്നുള്ള പുതിയ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ബോഡി ഡ്രോയിങ് ഉണ്ട്, ബോഡി പെയിൻറ്റിംഗ് ഉണ്ട്. ഇതിൻ്റെ കോസ്റ്റ്യൂംസ് മുഴുവൻ, ക്രാഫ്റ്റ്, നമ്മുടെ കുരുത്തോലയിൽ ഉണ്ടാക്കുന്നവരുടെ ക്രാഫ്റ്റ്, അതുപോലെ തന്നെ പന്തങ്ങൾ, കെട്ടുന്ന പന്തങ്ങൾ, ഇത് മുഴുവൻ വളരെ പ്രൊപ്പോർഷനേറ്റായിട്ട് കെട്ടി റെഡിയാക്കി വെച്ചാൽ ഒരു ആർട്ടിസ്റ്റിക്കൽ സ്ട്രക്ചർ മുഴുവൻ അതിനകത്തുണ്ട്. ഇപ്പോൾ നമ്മൾ സംസ്കാരം എന്താണെന്ന് പറയുമ്പോൾ അത് സംസ്കരിച്ചെടുത്തതാണ്. കല എന്ന് പറയുന്ന സാധനത്തെ സ്വാഭാവികമായും നമ്മുടെ സംവേദനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട തലങ്ങളെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇപ്പോൾ തെയ്യത്തെക്കുറിച്ച് ബേസിക്കായിട്ട് യാതൊരു ധാരണയില്ലാത്ത ഒരാൾ ഒരു തെയ്യത്തെ എങ്ങനെയാണ് കാണുക എന്ന് നമ്മൾ പുതിയ കാലത്ത് ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം റിച്വൽ ഒരു ഭാഗമേ അല്ല, അനുഷ്ഠാനം ഒരു ഭാഗമേ അല്ല. എന്താണ് അനുഷ്ഠാനം എന്ന് അദ്ദേഹത്തിന് അറിയേണ്ടതില്ല. പക്ഷേ അദ്ദേഹം കാണുന്നത് ഇത് ഒരു ആർട്ട് ഫോം ആണ് എന്നാണ്, ഒരു കല എന്നാണ്. അതുകൊണ്ടാണ് ഇതിനെ വളരെ എളുപ്പത്തിൽ നമുക്ക് റിച്വലിസ്റ്റിക് ആർട്ട് ഫോം എന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടി പറ്റുന്നത്. നോട്ട് റൈറ്റ് എന്നല്ല പറയുന്നത്, ആചാര ആർട്ട് ഫോം എന്നല്ല പറയുന്നത്, ആചാര കലാരൂപം എന്നല്ല പറയുന്നത്, അനുഷ്ഠാന കലാരൂപം എന്നാണ്. അതുകൊണ്ട് ജീവിതത്തിൽ മുഴുവനായി കൊണ്ട് നടക്കുന്ന അനുഷ്ഠാനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ആധുനിക കാലത്തും ഇവർക്കിത് പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അപ്രോപ്രിയേറ്റ് ചെയ്തിട്ട് തെയ്യം കെട്ടുമ്പോൾ ഇപ്പോൾ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു പൊതു ഇടത്ത് അവിടെ തെയ്യത്തിന് പ്രാക്ടീസസ് ഇല്ല. ഒരു അമ്പലത്തിലോ കാവുകളിലോ അവർക്ക് തെയ്യത്തിന് പ്രാക്ടീസസ് ഉണ്ട്. അവർക്ക് അനുഷ്ഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആരെ ആദ്യം മന്നിക്കണം, ആർക്കൊക്കെ കുറി നൽകണം. എല്ലാ ദൈവങ്ങളും പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഗുണം വരുത്തും എന്ന് മാത്രമാണ്. പെരുവണ്ണാനെ അങ്ങനെ അല്ലാണ്ട് വേറെ ഒന്നും പറയില്ലല്ലോ. ഗുണം വരുത്തും. നമ്മുടെ സങ്കടങ്ങളൊക്കെ പരിഹരിക്കുന്നത് നമ്മുടെ ആ കോലത്തിൽ നിന്ന് കൊടുക്കുന്ന മഞ്ഞക്കുറി, ആ കുറിയിൽ നിന്നാണ്. പിന്നെ വാപ്പയോട് വസൂരിയോട് നട്ടകുട്ട ഭ്രാന്തോട് ഏറ്റപ്പെട്ട് വരുന്ന കാലത്ത് മാരിക്ക് മറയായിട്ട് ആ അച്ഛൻ ഭാര്യ തന്നിരിക്കുന്ന ആ നുറുക്ക് കനകരത്നം, അതായത് മഞ്ഞപ്പൊടിയിലെ കനകരത്നം, സ്വർണത്തിൻ്റെ പൊടി എന്നാണ് എന്നെ സങ്കല്പിക്കുന്നത്. ആ കനകരത്നം ഔഷധമൂല്യമുള്ള ഗുണമുള്ള സാധനമാണ് മഞ്ഞൾ. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് അതിൽ നിന്നാണ് ഗുണം വരുത്തുന്നുള്ളൊരു വാക്ക് ദൈവം പറയുന്നത്. അതായത് പരമശിവൻ മുമ്പുളം ചുവപ്പിൽ കൊടുത്തു എന്നുള്ളതാണ്. പുതിയ ഭഗവതിക്കും മറ്റു ഭഗവതികൾക്കും അനുഗ്രഹം ചെല്ലുന്നതിന് വേണ്ടി കൊടുത്തത് മഞ്ഞപ്പൊടിയാണ്. അരിയും മഞ്ഞളും ടർമറിക്കും റൈസുമാണ്. അത് പൊടിച്ചാണ് കൊടുത്തതെന്നാണ്, കനകപ്പൊടി എന്നാണ് ഇവർ പറയുക. നേരെ തിരിച്ച് ചീറുമ്പൊക്കെ നൽകിയത് സ്മോൾ പോക്സാണ്. ആ വിത്ത് മുളക്കോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കിയത് മകൾ അച്ഛൻ്റെ മുഖത്തേക്ക് തന്നെയാണ്. ആ കഥയുടെ ഒരു ഘടന നോക്കണം. പ്രോപ്പയും തിയറി വെച്ചിട്ട് നമുക്കൊന്നുകൂടി ഡിസെക്ട് ചെയ്തിട്ടൊക്കെ എടുക്കാം. അങ്ങോട്ടേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. ഇനി ഞാൻ പെരുവണ്ണൻ്റെ വളരെ പ്രധാനപ്പെട്ട അനുഷ്ഠാന കല എന്നുള്ള രീതിയിൽ തന്നെ ഇന്നിപ്പം നിലനിൽക്കുന്നത്, ആധുനികതയിൽ നിലനിൽക്കുന്നത് അനുഷ്ഠാന കല, റിച്വലിസ്റ്റിക് ആർട്ട് ഫോം, ട്രഡീഷണൽ ആർട്ട് ഫോം എന്നുള്ള രീതിയിൽ തന്നെയാണ്. പെരുവണ്ണൻ്റെ വളരെ പ്രബലമായ മറ്റൊരു തെയ്യമാണ് ഇതിഹാസ കൃതികളിലൊന്ന് രാമായണത്തിലെ ഒരു കഥാപാത്രം. രാമായണത്തിലെ രാമനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വലുത്, നമുക്കെല്ലാവർക്കും വലുത് എന്ന് വേണമെങ്കിൽ പ്രഘോഷിക്കാം. പക്ഷേ പെരുവണ്ണാൻ്റെ സമുദായത്തിലും ഇപ്പോഴും രാമായണത്തെ ചോദ്യം ചെയ്യുന്ന, രാമൻ എന്ന് പറയുന്ന വ്യക്തിയെ ചോദ്യം ചെയ്യുന്ന എലിമെൻറ്റുകൾ ചേർന്നുകൊണ്ട് വടക്കേ മലബാറിൽ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഒരു തെയ്യം ഉണ്ടായിട്ടുണ്ട്. അത് ബാലിയാണ്. ബാലിയുടെ ഏതെങ്കിലും ഒരു രണ്ടുപേരി തോറ്റം പാടിയിട്ട് നമുക്ക് ബാക്കി കാര്യം പറയാൻ തോന്നുന്നു. എനിക്ക് ഏതാണ്ട് 300 മേലെ ബാലി തെയ്യം കെട്ടിയിട്ടുണ്ട്. 68ാമത്തെ വയസ്സിൽ ഈ വർഷവും ബാലി തെയ്യം കെട്ടിയാടുന്നുണ്ട്. വളരെ ഒരുപാട് അധ്വാനങ്ങളുള്ളതാണ്. അത് ആദ്യമായി മുഖം കൊടുത്തിരുന്നത് ഒരു വിശ്വകർമ്മ സമുദായത്തിലേക്കാണ്. ബിച്ചോർമൻ എന്നാണ് അവർ പറയുക. വിശ്വകർമാവിനെ ചുരുക്കി പറയുന്നത് ബിച്ചോർമൻ എന്നാണ്. ആശാരിമാരുടെ കുലദൈവമായിട്ട്, ആശാരി സമുദായത്തിൻ്റെ കുലദൈവമായിട്ടാണ് ബാലിയെ അറിയുന്നത്. ബാലി വളരെ കൃത്യമായി രാമായണത്തിൽ ചോദിച്ച ചോദ്യത്തിനപ്പുറമുള്ള ചോദ്യം ഇവർ തോറ്റത്തിൽ ചോദിക്കാറുണ്ട്. അത് ചോദിക്കുന്നത് ഒരു കീഴാള സമുദായമാണ്. വണ്ണാൻ എന്ന് പറയുന്നത് ഒരു കീഴാള സമുദായമാണ്. സവർണനും നായന്മാരും മുതൽ മേലോട്ടേക്കുള്ള മുഴുവൻ ജാതി സമൂഹം കെട്ടിയാടപ്പെടുന്ന സ്ഥലത്ത് വളരെ പ്രകടമായി ഒരു സോഷ്യൽ ക്വസ്റ്റ്യൻ, ചോദിക്കാനുള്ള ധീരത അന്ന് സത്യത്തിൽ തെയ്യത്തിൻ്റെ വേഷം കെട്ടി നിന്ന വണ്ണാന്മാർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഈ തെയ്യത്തിൻ്റെ കാര്യങ്ങൾ അനുഷ്ഠാനത്തിൽ ഇപ്പം നമ്മൾ പറഞ്ഞു വെച്ചു. പക്ഷെ ഇത് പരമ്പരാഗതമായിട്ട് നമുക്ക് കിട്ടിയൊരു അനുഗ്രഹമാണ്. അച്ഛനിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. അച്ഛനും 2-3 ഗുരുനാഥന്മാരുടെ എനിക്ക്. അപ്പോൾ അച്ഛൻ്റെ ആ ഇതിൽ നിന്ന് കിട്ടിയതാണ് ബാലി തെയ്യം. അച്ഛൻ്റെ പേര് കേട്ട തെയ്യം ബാലിയാണ്. അപ്പോൾ ആ തെയ്യത്തിൽ നിന്ന് തന്നെ എനിക്ക് കീയായിട്ട് നമ്മുടെ അവിടെ തളിപ്പറമ്പിൽ ഇപ്പം ഉത്തര മലബാറിലാണ് ഏറ്റവും കൂടുതൽ തെയ്യങ്ങളുടേതായിരിക്കുന്ന കലവറ അവിടെ തന്നെയാണ്. അപ്പോൾ അവിടെ ഈ വെച്ചിയോട്ട് എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് എനിക്ക് കിരീടം വെച്ച് തരുന്നത്. ബാലി തെയ്യത്തിന് കിരീടമാണ്. അത് അച്ഛൻ തന്നെ 13ാമത്തെ വയസ്സിലാണ് അവിടെ കിരീടം വെക്കുന്നത്. അപ്പോൾ 50 വർഷം അവിടെ പൂർത്തിയാക്കി. കഴിഞ്ഞ വർഷത്തേക്ക് 50 വർഷം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിന് ആ അച്ഛൻ അവിടെ ബാലി തെയ്യത്തെ പ്രത്യക്ഷമായി കണ്ടതാണ്. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള ക്ഷേത്രമായതുകൊണ്ട് അവിടെ കൃത്യമായിട്ടുള്ള അതിൻ്റെ അനുഷ്ഠാനങ്ങളൊക്കെ ഇന്നും അവരുടെ കോമരങ്ങൾ ചെയ്യുന്നതും അവരുടെ തന്ത്രിമാർ ചെയ്യുന്നതും കർമ്മങ്ങളിൽ നിന്ന് ഒരു വ്യത്യസ്തവും വരാതെ കണ്ട്
കൃത്യമായിട്ട് ഇന്നും അതിനെ കൃത്യമായി പാലിച്ചു വരുന്ന ഒരു സ്ഥലം കീഴാറ്റൂർ വെച്ചോട്ടാണ്. മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ബാലി കെട്ടാറുണ്ട്. പക്ഷെ അതിൻ്റെ ഈ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുന്നത് ഇപ്പം ഞാൻ ഒരുപാട് ബാലി ക്ഷേത്രങ്ങൾ ബാലി തീ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയാലും അതിന് ഇല്ലാന്നല്ല പറയും. പക്ഷെ അവരുടെ ചിട്ടകൾ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒരു അണു തെറ്റാതെ ഉണ്ട്. അത് കൃത്യമായിട്ട് ഇന്നും അവർ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ചടങ്ങ് എങ്ങനെയൊക്കെയാണ്, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, തുടങ്ങൽ കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഓരോ തെയ്യത്തിൻ്റെ കുടിയിലവാകുന്നതും തോറ്റം തുടങ്ങുന്നതും അതൊക്കെ അതിൽ വഴിപ്രകാരമായിട്ട് അവർ ചെയ്യുന്നു. അപ്പോൾ അതിലുകൊണ്ട് ആ ബാലി തെയ്യത്തിൻ്റെ ഒരു ആദ്യത്തെ ഒരു സ്തുതിയാണ്. ഹരനുടെ സൂനു ഭയങ്കരമുള്ള വന്തുണ ചെയ്കനിക്ക് അതിബലമുള്ളവളുടെ ബാലിതൻ ചരിതങ്ങൾ ചൊൽവൾ അറിവു തരുമ്പോഴില്ലകതാരിലെങ്കിലിതൊന്നുറൈപ്പാൻ അതിനനുകൂലമായി വരികെന്നിൽ ഇന്നുകൾ തീർത്തു നന്നായി അരുണനൊരുത്തി വടിമു പകർന്ന് അമരകൾ കൂത്തുകാൻ അതിനവിടേക്ക് ചെന്നതു കണ്ട് കൊതുകമൊടിന്ദ്രനപ്പോൾ അലർസരമേറ്റു പുൽകിന കാലമൊന്നുതരത്തിൽ നിന്ന് അതിശയമായി പിറന്നു വളർന്ന ബാലകനല്ലയോ നീ അതിബലമുള്ള നിന്നുടെ തൃത്ത് നിൽപ്പവരില്ലൊരു ത്രിവേം ഹരിസുതനായ ബാലിയതെന്ന് ഞാനിത വൈദയേ. അതിൻ്റെ ആദ്യത്തെ ഒരു വന്ദനമാണ്. എന്നാൽ ഈ ബാലിത്തെയ്യത്തിൻ്റെ ആ പ്രാധാന്യം നമ്മളെല്ലാം കഥകളിയായിട്ട് വളരെ സാമ്യമുള്ള തെയ്യായത്. എല്ലാ മുദ്രകളും നമ്മളെ ആ തെയ്യത്തിൻ്റെ തോറ്റം പാട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ തോറ്റത്തിൽ വരുന്ന രാമായണത്തിലെ കഥകൾ മുഴുവൻ ഭാവനയിലേക്കൂടെ നമ്മൾ ആ കാണികളുടെ മുമ്പിൽ അത് മനസ്സിലാക്കാൻ ഇപ്പം പിന്നെ മായാവിനെ പിടിക്കുന്ന ചില രംഗങ്ങളുണ്ട്. അതുപോലെ സുഗ്രീവനായിട്ടുള്ള യുദ്ധങ്ങളുണ്ട്. രാമസായകം ഏൽക്കുന്ന സമയത്ത് ഇപ്പം മാഷ് പറഞ്ഞ പോലെ അതിൻ്റെ ആ ഒരു പ്രതിഫലനം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളെ ബാലി അസ്ത്രമേറ്റ് വീണ സമയത്ത് രാമനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതൊരു ഭയങ്കര സംഭവമാണ്. അത് പരമശിവ ശങ്കര പാർവതി വല്ലഭ പകലിരവു ഞാൻ പിഴച്ചില്ല നിന്നോടയോ കുതുകമിടു രാമനോടാശു ചൊല്ലിയിടാൻ കുറ്റമെന്തെന്ന് ഞാൻ നിന്നോട് ചെയ്തത് വില്ലാളി വീരനായി വന്ന നീയെങ്കിലോ നേരെ എതിർത്തി പൊരുതു ജയിക്കേണ്ടേ പോരിൽ മറഞ്ഞ് ചതിച്ചു കൊല്ലുന്നത് പോരും മയന്നേ നിനക്കേണ്ട നീയടോ പോരുമിതു ചെയ്ത കാര്യം നീ ഇപ്പോൾ പോരും മതി പോകാൻ മറയത്തി ലങ്കാപുരത്തെയും രാവണൻ തന്നെയും കൂടെ പൊരിച്ചെന്റെ ഭാവാകരത്തിനാൽ കൂശാതെടുത്തു കൊണ്ടിങ്ങി പോന്നിടുവാൻ കൂശലെള്ളോളം നിനക്കില്ലെന്നറിയുക നീ സുഗ്രീവനാൽ എന്തു കാര്യം ലഭിച്ചത് വ്യഗ്രത ഞാനെന്തോ നിന്നോട് ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വാക്കുകളൊക്കെ അങ്ങോട്ട് പറയുമ്പം ആരോട് ഭഗവാനുള്ള പോകും മറയത്ത് പോകുന്ന പറയുന്നത്. അവസാനം ഭഗവാൻ ഇങ്ങോട്ട് ചില 2-3 കാര്യങ്ങൾ ചോദിച്ചു. ഇപ്പം മൂപ്പർക്ക് അങ്ങോട്ട് പിന്നെ ഒത്തിരി ഉണ്ടായിപ്പോയി. അത് ഭഗവാന്റെ കൽപ്പനയാണ്. എന്നാ പറഞ്ഞ നരമൃഗ പശു പക്ഷി മൃഗാദികൾക്കൊക്കെയും ഓരോരോ കർമ്മ വിധി നിലയുണ്ടടോ അതുവഴികൾ ഒരു വഴിയും മനസ്സിൽ നിലവില്ലാതെ ഒന്നൊന്നുറച്ചു നിൻ സോദര ഭാര്യയെ പരിചനുടെ നിന്നുടെ ഭാര്യയായി വെച്ചു നീ പാപി നിനക്കെന്ത് മറ്റൊന്നു വേണ്ടത്. എത്ര എളുപ്പത്തിലാണ് ജെൻഡർ ഇഷ്യൂ അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നതെന്ന് വളരെ കൃത്യമായി നോക്കണം. രാമൻ തിരിച്ചു പറയാണ് ബാലിയോട്, നിന്റെ ജന്മത്തിൽ ഇങ്ങനെയൊക്കെയാണ് നീ ചെയ്യേണ്ടത്. അതാണ് വിധി എന്ന് പറയുന്ന സാധനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തീമിലേക്ക് ഇതിനെ കൊണ്ടുപോവാണ്. ഒളിഞ്ഞു നിന്ന് നീ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്, നീ എന്തിനാണ് എന്നെ കൊന്നത് എന്നുള്ള ചോദ്യത്തിന് മറുപടി ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, സഹോദരൻ്റെ ഭാര്യയെ നീ ഭാര്യയായി വെച്ചു എന്ന് പറയുന്നതാണ് അവിടെ വെച്ച് നിൽക്കുന്നത്. നീ എന്നോട് രാവണൻ്റെ അടുത്ത് പോയിട്ട് സീതയെ കൊണ്ടുവരണമെങ്കിൽ ഞാൻ കൊണ്ടുവരാം, എനിക്ക് അത്രയും ധൈര്യമുണ്ട്, പിന്നെ ഈ സുഗ്രീവനെ നീ എന്തിനാണ് സഹായിക്കുന്നത് എന്ന് ചോദിക്കുന്ന ചോദ്യം ചൊല്ലുന്നത് ജാതിയിൽ ഏറ്റവും കീഴാളനായിട്ടുള്ള പെരുവണ്ണന്മാരാണ് എന്നുകൂടി ആലോചിച്ച് നോക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അതിൻ്റെ സർഗാത്മകതക്കപ്പുറമുള്ള ചോദ്യം ചെയ്യാനുള്ളൊരു ശേഷിയെ പോലും തെയ്യം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. നമുക്ക് ഏതാണ്ട് പറഞ്ഞ സമയം അടുത്തടുത്ത് വരികയാണ്. ഇനി ഒരു കാര്യം കൂടി, തെയ്യം വളരെ സെക്കുലറാണ്, വളരെ മതനിരപേക്ഷമായ തെയ്യങ്ങളാണുള്ളത്. നമ്മുടെ തെയ്യങ്ങൾ മുഴുവൻ
സഞ്ചരിച്ചിട്ടുള്ളത് കപ്പലുകളിൽ, മരക്കപ്പൽ എന്ന് പറയുന്ന കപ്പലുകളിലാണ്. അപ്പോൾ തെയ്യക്കാവുകളിൽ ഇപ്പോഴും ബാങ്ക് വിളി ഉണ്ടാവാറുണ്ട്, വലിയ ചല്ലം കുത്തിക്കൊണ്ടുപോകുന്ന തോണി യാത്രകൾ ഉണ്ടാവാറുണ്ട് വലിയ വലിയ ഭഗവതിമാരുടെ കൂടെ. ബപ്പിരിയൻ എന്ന് പറയുന്ന തെയ്യത്തെ തന്നെ മാപ്പിള തെയ്യമായി കെട്ടിയാടുന്നുണ്ട്. ഉമ്മച്ചി തെയ്യമുണ്ട്, ആലിച്ചാമണ്ടിയുണ്ട്. അവിടെ കെട്ടുന്ന വളരെ പ്രധാനപ്പെട്ട പൊറാട്ടുകളുണ്ട്. മാപ്പിള പൊറാട്ടിനെ കുറിച്ച്, മുസ്ലിം പൊറാട്ട് അല്ല കേട്ടോ, മാപ്പിള പൊറാട്ട് എന്നാണ്. മാപ്പിള എന്ന് പറയുന്നവൻ്റെ അന്നത്തെ കാലത്തെ വ്യവഹരിക്കപ്പെട്ട അർത്ഥം മുസൽമാൻ എന്ന് തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷേ മുസ്ലിം പൊറാട്ടെന്ന് ഒരിക്കൽ പോലും ആരും പറയുന്നത് കേട്ടിട്ടില്ല. ഇപ്പോഴും എൻ്റെ മാടായി നഗരെ എന്നാണ് അവരെ പറയുക. എൻ്റെ മാടായി നഗരെ എന്നാണ് തെയ്യക്കാർ കെട്ടിയിട്ട് ഓരോരാളെ അഭിസംബോധന ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ മാപ്പിള പൊറാട്ടിനെ കുറിച്ച് പെരുവണ്ണാൻ പറയണം. മാപ്പിള പൊറാട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ കപ്പലിൽ അമ്മ സഞ്ചരിച്ചു വന്നതാണ്. അപ്പോൾ കപ്പലിൻ്റെ തണ്ടാളന്മാരായിട്ടാണ് അവരെ സങ്കല്പിക്കുന്നത്. അപ്പോൾ അത് തണ്ട് വലിച്ചിട്ടാണ്, അന്ന് പായ്ക്കപ്പലാണ്, ഈ പായ്ക്കപ്പലിലാണ് വരിക. അപ്പോൾ ഈ തണ്ട് വലിക്കാൻ വേണ്ടിയിട്ട് ഈ മുസ്ലിംസിൻ്റെ അവരാണ് അതിൽ കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ അത് കൂടാതെ ഈ ഇവർ തണ്ട് വലിച്ച്, അപ്പോൾ ഈ ബപ്പുര്യൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പോൾ അതായത് ഈ കപ്പലിൻ്റെ ഗതി നിയന്ത്രിക്കുന്ന ഒരാൾ. അപ്പോൾ അതും മുസ്ലിമിൽ പെട്ടാണ്, അതുകൊണ്ടാണ് അയാൾക്ക് ബപ്പുര്യൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുണ്ട്. ആര്യാർ നാട്ടിലിപ്പം ആര്യ പൊങ്കന്നിക്ക് വരുന്ന ബപ്പുര്യൻ വേറെയാണ്. അപ്പോൾ ഇത് ഈ കപ്പിത്താനാണ്. അപ്പോൾ ഈ തെയ്യം തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് ഇതിൻ്റെ ഏറ്റവും ഇതിൻ്റെ തുച്ഛത്തിനെത്തിയിട്ട് 4 ഭാഗത്തും നോക്കുന്ന ഒരു രംഗമുണ്ട്. അതായത് ഇതിൻ്റെ കര എവിടെയാണെന്ന് നോക്കുമെന്ന്. പണ്ട് കാറ്റ് വായിക്ക് ഇതിനുള്ള ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ കാലഘട്ടത്തിലാണ്. ഇന്നിപ്പം നമുക്ക് എല്ലാ ഉപകരണങ്ങളും എവിടെയാണ് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ നിയന്ത്രിക്കാനുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നത്തെ കാലത്ത് അതൊന്നുമില്ല. അപ്പോൾ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ചിട്ടാണ് ഈ കപ്പൽ അങ്ങോട്ട് പോവുക. അപ്പോൾ ആ സമയത്ത് ഈ തണ്ട് വിളിക്കുന്ന ആൾക്കാരാണ് ഈ മാപ്പിള പൊറാട്ടം. അത് ഞങ്ങൾ അതേ രൂപത്തിൽ തന്നെ ഇറങ്ങും. ഒരു മുസ്ലിമിനെ കണ്ടാൽ പെട്ടെന്ന് ചിലയാൾക്ക് ഇതുവരെ കാണാൻ ആൾക്ക് ഇതുവരെ മുസ്ലിമിനായി പോയി തോന്നിപ്പോകും. ആ ഒരു രൂപത്തിലാണ് നമ്മൾ ആ ഇറങ്ങുക. വെച്ചാൽ ലുങ്കി കൊടുക്കും, പിന്നെ നിസ്കാര തമ്പുണ്ടാവും, തലയിൽ കെട്ടുണ്ടാവും, പിന്നെ ഇവിടെ ഉറുക്ക് കെട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ വേഷത്തിന് നമ്മൾ ആ ഭഗവതി ഇറങ്ങുമ്പോന്ന്. അപ്പോൾ ആ വില്യമുടി എന്ന് പറഞ്ഞ തായ്പര്യ ദേവത, അതുപോലത്തെ ഇപ്പം മരക്കലത്തിലെ അമ്മമാർ, അവർക്ക് ശൂലകുടാരി, പിന്നെ നരയൂഥമാല, അങ്ങനെയുള്ള കുറേ ഓരോ ദിക്കിലെത്തുമ്പോൾ ഓരോ പേരാണ്. അവരുടെ കൂട്ടത്തിൽ ആ തെയ്യം ഇറങ്ങുമ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു മാപ്പിള പൊറാട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്നേരം ഉപ്പയാന്ന് ഒപ്പരം ഉണ്ടാവുക, പിന്നെ അച്ഛനും മോനും എടുക്കും, എല്ലാവരുടെ ഉപ്പ ഇങ്ങനത്തെക്കാൾ മോന്. അപ്പോൾ അങ്ങനെ ചോദിക്കും. തെയ്യത്തോടുള്ള ആ ഒരു സംഭാഷണം പോലെ അത് ആ രണ്ടാളും തമ്മിലുണ്ടാക്കുന്നൊരു ശരിയായ ഒരു മുസ്ലിമുകൾ എങ്ങനെയാണോ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ആ മാപ്പിള പൊറാട്ട് ഇറങ്ങിയാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. ഞാനൊരു ചോദ്യം കൂടി, അല്ലെങ്കിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് നിങ്ങളുടെ ചോദ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് സ്പേസ് വിട്ടുവെക്കാം. വടക്കേ മലബാറിൽ ഇപ്പോഴും നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രം ഇത്രയേറെ വളർന്നിട്ടും കാരണം ഞാൻ അനുഷ്ഠാനം, കല, ജീവിതം എന്ന് പറയുന്ന ഒരു വലിയ സമസ്യയിലേക്ക് കൂടി ചേർത്തുകൊണ്ടാണ് പറയുന്നത്. ഇതിനിടയിലൊക്കെ വന്നിട്ടുണ്ടത്. അതായത് നമ്മുടെ കുഞ്ഞിമംഗലത്ത് മാക്കം എന്ന് പറയുന്നൊരു തെയ്യമുണ്ട്, കടാങ്കോട്ട് മാക്കം എന്നാണ് പേര്. അതുപോലെ തന്നെ പുതിയ ഭഗവതി, അതായത് കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ ഇത് നേർച്ച കഴിച്ചിട്ട്, പ്രാർത്ഥന കഴിച്ചിട്ട് ഈ തെയ്യം കെട്ടിയാൽ കുട്ടികൾ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു വിശ്വാസം ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. നെയ്യാറുകോട്ടം എന്ന് പറഞ്ഞിട്ട് കോട്ടമുണ്ട്, കോട്ടത്തമ്മയുണ്ട് അവിടെ. അത് ആഴ്ചയിൽ 5 ദിവസം വൈകുന്നേരങ്ങളിൽ തെയ്യം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം ഇത്രയേറെ വളർന്നിട്ടും IVRF ഒക്കെ നമുക്കിപ്പോൾ വളരെ പോപ്പുലറാണ്, എല്ലാ ഗ്രാമങ്ങളിലും ഈ സംഭവമുണ്ട്. എന്നിട്ടും ഈ വിശ്വാസം ഇപ്പോഴും പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് പെരുവണ്ണ മറുപടി പറയേണ്ടത്. ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പം സന്താന ഭാഗ്യത്തിന് വേണ്ടിയിട്ട് ഡോക്ടർമാരുടെ ചികിത്സക്ക് പോലും വഴങ്ങാതെ ഭഗവതിയുടെ അടുത്ത് വന്ന് കുരുവാങ്ങിയിട്ട് പോയ എത്രയോ അനുഭവങ്ങൾ എൻ്റെ മുമ്പിൽ തന്നെയുണ്ട്. ഇപ്പം നീലിയാർകോട്ടത്തമ്മ തൊട്ടിലും കുട്ടിയാണ്, അവിടെ പ്രാർത്ഥന കൂട്ടൽ തൊട്ടിലും കുട്ടിയാണ്. അപ്പോൾ നമുക്ക് 10-12 വർഷങ്ങൾക്ക് ശേഷമെല്ലാം കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്തവർക്ക് അവിടെ വന്ന് പ്രാർത്ഥന ചെയ്തു കഴിഞ്ഞാൽ ആ അമ്മയുടെ അവിടെ നിന്ന് എന്താണോ കിട്ടുന്ന ആ കുറി വാങ്ങിച്ചു പോയാൽ തീർച്ചയായിട്ടും അത് ഫലവത്തായിട്ട് വരും. ഇപ്പം കടവാങ്കോട്ട് മാക്കം, ആ മാക്കം എന്ന് പറയുന്ന തെയ്യം 12 ആങ്ങളമാരുടെ കൂട്ടത്തിൽ ഒരൊറ്റ പെൺകുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് സന്താനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവർ അനവധിയായിരിക്കുന്ന നേർച്ചകളൊക്കെ കൂട്ടി അതിൽ നിന്നുണ്ടായ 2 മക്കൾ. അപ്പോൾ ഈ മാക്കത്തിൽ തന്നെ അനവധി നേർച്ചകൾ കൂട്ടിയിട്ട് അത് മാക്കം ഉണ്ടായത് തന്നെ. അപ്പോൾ ആ മാക്കത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുപാട് വഴിപാട്, ഇപ്പം അവിടെ ഇപ്പം തെയ്യം തുടങ്ങിയ സ്ഥലത്ത് നല്ല തൊട്ടിലും പിന്നെ ആളുരൂപം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ പ്രാർത്ഥനയായി ചെയ്തിട്ട് കുട്ടികൾ ഉണ്ടായിട്ട് അവിടെ നേർച്ച വയ്ക്കുന്നു. മാക്കത്തിൽ തന്നെ കെട്ടിയാടിക്കുന്ന അനുഭവങ്ങൾ അവിടെയുണ്ട്.
അപ്പോൾ അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതൊക്കെ കിട്ടും എന്ന് അവരുടേതായിരിക്കുന്ന മനസ്സിലേക്ക് ആ കോലം മുഖേന നമ്മളത് പറയും. നിങ്ങൾ അമ്മേനെ നല്ലോണം പ്രാർത്ഥിച്ചിട്ട് പോയിക്കോ. സന്താന നഷ്ടത്താൽ പീഡിതാക്കളായിരിക്കുന്ന സന്താന ഗോപാലിൻ്റെയും അന്തർജനത്തിൻ്റെയും സന്താന സങ്കടത്തെ തീർപ്പാനായിക്കൊണ്ട് അർജുനൻ തൻ്റെ ദേഹം അഗ്നിഭുക്തമാക്കാമെന്നും പറഞ്ഞ് അവിടെ വിഷ്ണു പ്രദർശനായി സന്താനത്തെ രക്ഷിച്ചു, സഖ്യത്തെയും രക്ഷിച്ചു. സന്താന സന്തോഷ സമ്പൽ സമൃദ്ധിയായിരിക്കുന്ന അനുഭവത്തെ ഈ അമ്മ പ്രദാനം ചെയ്യും എന്ന് പറഞ്ഞ് ആ കുറി ഇളനീരിൻ്റെ വെള്ളത്തിൽ ഇളനീര് കൊത്തി അതിൻ്റെ അകത്ത് ഇട്ടിട്ടാണ് അവർക്ക് കൊടുക്കാതെ ഔഷധം കഴിച്ചിട്ട് തൊട്ടിലും കുഞ്ഞിനോടുകൂടെ എത്രയോ ആൾക്കാർ ആ അമ്മേൻ്റെ മുമ്പിൽ വന്നിട്ട് സന്തോഷത്തോടുകൂടെ അമ്മേനെ നമ്മുടെ പ്രാർത്ഥന ഫലിച്ചു. അതുകൊണ്ട് അമ്മക്ക് ഇന്ന് വഴിപാടായിട്ട് എൻ്റെ ഒരു താലി, സ്വർണ്ണത്താലി അമ്മയുടെ കഴുത്തിലടിയണം. അപ്പോൾ അങ്ങനെ ഒരുപാട് നേർച്ചകൾ, പലതരത്തിലുള്ള നേർച്ചകളും ഈ പ്രാർത്ഥനയോട് ലഭിക്കുന്നതാണ്. അപ്പോൾ എത്രയോ അനുഭവങ്ങളും രോഗം ഇപ്പം പിന്നെ മാറാത്ത പുതിയതായി വെച്ചിട്ട് ഒരു പിന്നെ രോഗം എന്തോ പറഞ്ഞില്ല, അവർ പാടെ മണിപ്പാലിലൊക്കെ പോയി എല്ലാം കാണിച്ചു വന്നു, എന്നിട്ടും മാറിയില്ല എന്ന് പറഞ്ഞു. എന്നാലും നിങ്ങളൊരു കാര്യം ചെയ്യും, അമ്മയോടൊന്ന് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് അവർ വന്നിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ആ സ്ത്രീക്ക് അമ്മയുടെ അനുഗ്രഹം കൊടുത്തിട്ട് പിന്നെ ആ രോഗം ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർ വന്നിട്ട് ഞങ്ങളോട് പറയും, ഇങ്ങനെതാ അമ്മേൻ്റെ അവർ കാരുണ്യം കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം, എത്രയോ പൈസ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടു. അതെന്താണെന്നിപ്പം എനിക്ക് പോലും പറയും, ഞാനിപ്പോൾ ഒരു ഒച്ചയ മനുഷ്യനാണ്. പക്ഷെ നമ്മൾ ആ ദൈവക്കോലം ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്നോ ചെയ്യുന്നത്, അത് നമ്മുടെ പൂർവികർ നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹം കൊണ്ട് നമ്മൾ ആ അമ്മയിലേക്ക് നമ്മുടേതായിരിക്കുന്ന ആ മന്ത്രം കൊണ്ടും നമ്മുടേതായിരിക്കുന്ന ഉപാസന കൊണ്ടും അതിലേക്ക് നമ്മൾ ആ അമ്മയായി മാറി ആ അമ്മ കൊടുക്കുന്ന ഔഷധം അത് ഫലവത്തായി വരുന്നു. അതാണ് നമ്മളെ ഏറ്റവും വലിയ വിശ്വാസം. അതിന് നമ്മളിപ്പം അതാന്ന് പറഞ്ഞ് അനുഷ്ഠാനമാണ്, അതൊരു കലയാക്കി മാറ്റരുത് എന്ന് പറയാനുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. അല്ല, കല എന്നുള്ള വാക്ക് മാത്രമല്ല, കല അതിനകത്തേക്ക് ചേർത്ത് വെക്കാം. അതിൽ ഒരു ഗോത്ര വിഭാഗവും ശഠിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ സമൂഹത്തിന് അപ്പുറമുള്ളൊരു സമൂഹത്തിന് അതിനങ്ങനെ മാത്രമേ കാണാൻ വേണ്ടി പറ്റൂ. കാരണം വിശ്വാസത്തെ ഏത് രീതിയിൽ എടുക്കണമെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തെയ്യത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഞാനിപ്പോൾ പെരുവണ്ണാനോട് ചോദിച്ചതും അതിനുള്ള മറുപടിയാണ് ലഭിച്ചതും. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അത് എല്ലാ സമൂഹത്തിലും നടക്കുന്നുണ്ട്. സെമിറ്റിക് മതങ്ങളുടെ ഇടയിലും ഇത്തരമൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് പ്രത്യക്ഷത്തിൽ നേരിട്ടാണ് ഇതിൻ്റെ സംവാദങ്ങളും കാര്യങ്ങളും നടക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടാകുന്നത്. തെയ്യത്തിൽ വാദ്യമുണ്ട്, ഗീതമുണ്ട്, അഭിനയമുണ്ട്. ഇത് മുഴുവൻ സ്വായത്താക്കിയാൽ മാത്രമേ ഒരു നല്ല തെയ്യം കലാകാരനാവും എന്ന് വെച്ചാൽ പെരുവണ്ണാൻ അതും ഇപ്പോൾ പറയും, അത് മാറ്റും മാഷേ എന്ന് പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു നല്ല തെയ്യക്കാരനാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ? തീർച്ചയായിട്ടും അത് ഇപ്പം മാഷ് പറഞ്ഞ പോലെ ഒരു വ്യക്തിയെ കൊണ്ട് മാത്രം ഒരു തെയ്യം വിജയിപ്പിക്കാൻ കഴിയില്ല. അതിലൊരുപാട് തോറ്റം ചെല്ലുന്ന ആൾക്കാർ വേണം, മുഖത്തെഴുതുന്ന ആൾ വേണം, അതിൽ ചെണ്ട വാദ്യങ്ങൾ. പക്ഷെ നമ്മൾ ഈ വാദ്യത്തിൻ്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ താളവൃത്തം വീട്ടിൽ നിന്ന് തന്നെ അച്ഛൻ അവരൊരു താളം പറഞ്ഞ് ചെല്ലിച്ചിട്ടാണ് നമ്മൾ ഈ തെയ്യത്തിനെ തുള്ളി പഠിപ്പിക്കുക. ഇപ്പം മറ്റുള്ളവർ തെയ്യം പഠിക്കുന്ന പറഞ്ഞാൽ ചെണ്ട കൊട്ടുന്നതിനനുസരിച്ച് തുള്ളലല്ല, നമ്മൾ തുള്ളുന്നതിനനുസരിച്ച് കൊട്ടലാണ്. അപ്പോൾ ആ തെയ്യത്തിൻ്റെ വാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും അവരുടേതായിരിക്കുന്ന ഇത് നമ്മളിലേക്ക് നല്ലോണം പരസ്പരമായിരിക്കുന്ന ഒരു ആത്മബന്ധമില്ലെങ്കിൽ അത് വിജയിക്കില്ല. ഒരു താളം തെറ്റിക്കഴിഞ്ഞാൽ അത് അന്നേരം അത് കാണികൾക്ക് ചില ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ആ താളം കൃത്യമായിട്ട് നമ്മൾ പഠിക്കുകയെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് താളം പറഞ്ഞിട്ട് ഇപ്പം ഒരു കളരിയിൽ ചുമട് വെക്കുന്നത് വലത്ത് നേരെ ഇടത്തെ നിരത്ത് നോക്കി ചാടിക്കെട്ടി ചവിട്ടി എന്ന് പറയും പോലെ അത് നമ്മൾ ആദ്യം ആ താളത്തിലേക്കൂടെ വായ്ത്താരി പറഞ്ഞുകൊണ്ടാണ് കളരി അഭ്യാസം തന്നെ പഠിക്കുന്നത്. അതുപോലെ തെയ്യത്തിൻ്റെ താളങ്ങളും നൃത്തങ്ങളും അതിൻ്റെ അയക്കുന്ന ആ ചുവടുകളും അതൊക്കെ അച്ഛൻ വീട്ടിൽ നിന്ന് തുള്ളി പഠിപ്പിച്ചിട്ടാണ് നമ്മളെ ഈ രംഗത്തേക്ക് എത്തിച്ചത്. അപ്പോൾ അത് ആ പാരമ്പര്യമായിട്ട് അച്ഛൻ കൊടുത്തു. അതിൻ്റെ മുമ്പ് കാലത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ്റെ ഒരു തെയ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ ചെണ്ട മാറ്റിക്കൊട്ടി ഒരു ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ താളം മാറ്റിക്കൊട്ടി. അപ്പോൾ അച്ഛൻ നോക്കിയപ്പോൾ ആ കൊട്ടുന്ന ആളെ മനസ്സിലാക്കിയപ്പോൾ അച്ഛൻ്റെ ആ താളത്തിലേക്കൂടെ തന്നെ അങ്ങോട്ട് പോയി. ഒരു ചുവട് അച്ഛനെ മാറ്റാൻ അയാൾക്ക് സാധിച്ചില്ല ചെണ്ട കൊട്ടിയിട്ട്. അവസാനം വന്നിട്ട് അച്ഛൻ്റെ കാല് പിടിച്ചിട്ട് പറഞ്ഞു, ക്ഷമിക്കണം പെരുവണ്ണാനെന്ന് പറഞ്ഞു, നീ കൊട്ടിയിട്ടല്ല ഞാൻ തുള്ളി പഠിച്ചിന് വീട്ടിൽ നിന്ന്, എൻ്റെ അച്ഛൻ എനിക്ക് വായ്ത്താരി പറഞ്ഞിട്ടാണ് എന്നെ പഠിപ്പിച്ചിന്. അതാണ് നമ്മുടെ ഈ തെയ്യത്തിൻ്റെ വളരെ പ്രത്യേകമായിട്ടുള്ള താളവൃത്തങ്ങൾ. അതിൻ്റെ ഒരുപാട് നമ്മളെ സഹായിക്കുന്ന ആളുകൾക്ക് നമ്മൾ മാത്രമല്ല, ഒരാളെ കൊണ്ട് മാത്രം ഒരു തെയ്യം കെട്ടാനാവില്ല. അപ്പോൾ അതിനുള്ള തോറ്റം അമ്പണ്ണാളുണ്ട്, പിന്നെ തോറ്റം ചെല്ലണം, മറ്റേ മുഖത്തേകണം, അണിയറപ്പണികളൊക്കെ ഒരുക്കണം. ഒരു മുടി ഒരുക്കണ്ടിക്കൽ വളരെ സമയം എടുത്തിട്ട് ചെയ്യേണ്ട കാര്യം കുരുത്തോല കൊണ്ടും പിന്നെ മറ്റുള്ള ആഭരണങ്ങൾ കൊണ്ടും ഒക്കെ ഒരുപാട് അങ്ങനെയുള്ള നമ്മുടെ സഹായികൾ അവരെയൊക്കെ പരിശ്രമം അതാണ് നമുക്ക് ആ തെയ്യത്തിൽ കിട്ടുന്ന വിജയം.
അപ്പോൾ അവരെല്ലാവരും കൃത്യമായിട്ട് മനസ്സറിഞ്ഞ് നമ്മളെ സഹായിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് നമ്മളോട് സഹകരിച്ചിട്ടില്ലെങ്കിൽ ആ തെയ്യം വിജയപ്രദമാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ആ താളങ്ങളും അതിൻ്റെ ചെണ്ടമേളങ്ങളും. ചെണ്ടക്കാരായിട്ട് നമ്മളെ ഇപ്പം അവർ പറയും പറഞ്ഞാൽ നമ്മളെ നിങ്ങളായിട്ട് ഇതുവരെ കൊട്ടിയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പഴമുണ്ടെങ്കിലും പറയുന്നു. അപ്പോൾ കഴിഞ്ഞാലും വന്നിട്ട് നമ്മൾ തെയ്യം വെള്ളക്ക് ഇപ്പം എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട്. അവർ തെയ്യം കഴിഞ്ഞ് നടയടക്കുന്നതിന് മുമ്പായിട്ട് അത് കൊട്ടി വെക്കുന്നൊരു സമ്പ്രദായമാണ്. കൊട്ടി വെച്ച് കഴിഞ്ഞാൽ അവർ വന്നിട്ട് എല്ലാവരും വന്നിട്ട് നമ്മൾ കാല് തൊട്ട് തല്ലി വെക്കും. പെരുവണ്ണാനെ ക്ഷമിക്കണേ എന്തെങ്കിലും അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് അവർക്കറിയാം. എന്താ വെച്ചാൽ പെരുവണ്ണാൻ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊട്ടിക്കൊടുത്തിട്ടുള്ള അയാൾ തെയ്യം തുള്ളി പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത അവരിൽ ഉണ്ട്. അപ്പോൾ അതൊരു പരസ്പര ബന്ധം കൊണ്ട് കഴിഞ്ഞപാട് വന്നിട്ട് പെരുവണ്ണാനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ടേ അവർ പോകലൂ. ഇതിൽ പറയാൻ കാരണം കഥകളിക്ക് ആട്ടപ്രകാരമുണ്ട്. ആ ആട്ടപ്രകാരത്തിൻ്റെ ഒരു ചിട്ടയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം തെയ്യം കെട്ടുന്ന സമൂഹത്തിനൊന്നും ആട്ടപ്രകാരങ്ങളില്ല. വണ്ണാൻ്റെ തെയ്യത്തിന് ചെണ്ട കൊട്ടുന്നത് മലയാൻ കമ്മ്യൂണിറ്റിയാണ്. ഒരിടത്ത് മലയന് പ്രവേശനമില്ല, പയ്യന്നൂർ തട്ടകത്തിൽ മലയന് പ്രവേശനമില്ല. അവിടെ പെരുവണ്ണന്മാർ തന്നെയാണ് ചെണ്ടകൊട്ടുകയും തെയ്യം കെട്ടുകയും ഒക്കെ ചെയ്യുന്നത് അവരാണ്. എത്രയോ കാലം മുന്നേ നടന്നിരുന്ന ഞാൻ അനുഷ്ഠാനത്തിൻ്റെ ബലം എത്ര വലുതാണെന്ന് പറയാനാണ്. മലയനെ പടിയടച്ച് പിണ്ടം വെച്ചതുകൊണ്ട് പുറത്താക്കിയതുകൊണ്ട് ഇപ്പോഴും ആ ഒരു തട്ടകത്തിൽ, പെരുമാളിൻ്റെ തട്ടകത്തിൽ വണ്ണാന്മാർ മാത്രമാണ് തെയ്യം കെട്ടുന്നത്. അതുകൊണ്ട് താളം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അടിസ്ഥാന വർഗത്തിന് മുഴുവനുണ്ട്. ഇത് മലയനും വണ്ണാനും അല്ലാത്ത, വേലിനും അല്ലാത്ത പൊലയന് തെയ്യമുണ്ട്. തെയ്യത്തിലും ഇതേ അനുഷ്ഠാനങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട്. പെരുവണ്ണാൻ്റെ ഈ പത്മശ്രീ ലഭിക്കുമ്പോൾ ഒരർത്ഥത്തിൽ തെയ്യം കുലത്തൊഴിലാക്കിയിട്ടുള്ള വടക്കേ മലബാറിലെ മുഴുവൻ തെയ്യക്കാരുടെയും പത്മശ്രീയാണ് എന്നാണ് നാരായണ പെരുവണ്ണാൻ ഇത് ആദ്യം അറിഞ്ഞ ഉടനെ ഞങ്ങൾ ആദരിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞ വാക്ക് ഇതായിരുന്നു: ഇത് എനിക്ക് കിട്ടിയതല്ല, എൻ്റെ പ്രപിതാക്കൾക്ക് കിട്ടിയതാണ്. തെയ്യം കിട്ടുന്ന എല്ലാ സമുദായത്തിനും കിട്ടിയതാണ്. കാരണം പൊലയൻ ഇപ്പോഴും വളരെ ദൂരെയാണ്. പൊലയൻ്റെ കാവിൽ ഇവരാരും പോവില്ല. അതിൻ്റെ ഒരു കാസ്റ്റ് ഹൈറാർക്കി വളരെ രസകരമായൊരു ഹൈറാർക്കിയാണ്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് അനുഷ്ഠാനത്തെക്കുറിച്ചാണ്, ജീവിതത്തെക്കുറിച്ചാണ്, കലയെക്കുറിച്ചാണ്. ജീവിതം ആത്യന്തികമായി അതൊരു സത്യമാണ് എന്നുള്ള ബോധ്യത്തിലാണ് നമ്മളത്, അതിൻ്റെ കൂടെ നമ്മൾ പോവുകയാണ്, നമ്മൾ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ജീവിതത്തിനിടയിൽ പാരമ്പര്യമായി ബാക്കി വെച്ച കാര്യങ്ങൾ മുഴുവൻ തിരിച്ചെടുത്ത് കൊണ്ടുവരുന്നു, അതിൻ്റെ ഒരു സ്രോതസ് ഉണ്ടാക്കുന്നു, ഒരു ക്രമബദ്ധത ഉണ്ടാക്കുന്നു. ആ ക്രമബദ്ധതയിലൂടെയാണ് അനുഷ്ഠാനം. അതിന് നടുവിൽ ഞാൻ കല വീണ്ടും ചേർത്ത് വെക്കുന്നു. അനുഷ്ഠാനവും കലയും ജീവിതവും ഒരു വൃത്തമായി വരുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഒരു വൃത്തത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന് ഇതിഹാസ സമാനമായ ജീവിതം മുന്നോട്ടേക്ക് കാഴ്ചവെച്ചൊരു മനുഷ്യനാണ് പത്മശ്രീ കിട്ടിയത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. ഈ ചർച്ചയിൽ പോലും ആ സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. എനിക്കൊരു ചോദ്യമല്ല, ഒരു തിരുത്താണ്. സാറ് ഈ രാമൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ സാറ് പറഞ്ഞു ലോവർ കാസ്റ്റിൽപ്പെട്ട ഒരാൾ രാമനെ ചോദ്യം ചെയ്തു. പക്ഷേ ഇവിടെ ബാലി എന്ന് പറഞ്ഞ വ്യക്തി ഒരു പുണ്യാത്മാവല്ല. നമ്മൾ അച്ഛൻ്റെ സ്ഥാനത്താണ്, നമ്മുടെ സഹോദരിയുടെ ഭാര്യ അച്ഛൻ്റെ സ്ഥാനത്താണ് ബാലിയെ കാണുന്നത്. ഒട്ടും കൊള്ളൂലാത്ത ഒരു, ഞാനിവിടെ വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അമ്മാതിരി ഒരു പ്രവൃത്തി കാണിച്ച ഒരു വ്യക്തിയെ രാമൻ കൊല്ലുന്നതിൽ എന്താണ് തെറ്റ്? പിന്നെ ഈ രാമൻ ഒളിച്ചും പാത്തി കൊന്നതെന്ന് നമുക്കറിയാം. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ബാലിക്കൊരു വര ഉണ്ടായിരുന്നു. അതായത് തൻ്റെ ശത്രു ആരാന്ന് വെച്ചാൽ അവരെക്കാളും ശക്തി ഡബിളായിട്ട് കൂടും. രാമൻ്റെ ശക്തി ഒരിക്കലും ബാലിക്ക് സഹിക്കാൻ പറ്റില്ല, ബാലി പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് ഒളിച്ച് തന്നെ കൊല്ലേണ്ടി വന്നത്. പിന്നെ ഇപ്പോൾ സാറ് പറഞ്ഞു ഇതൊരു കലയല്ല എന്ന്. കാരണം ഞാനതിനെ പൂർണ്ണമായിട്ടും ഞാനതിനെ പിന്തുണയ്ക്കുന്നു. കാരണം എനിക്ക് കഥകളി ഒരു ആശാൻ്റെ അടുത്ത് പോയി പഠിക്കാം. സാറിൻ്റെ അടുത്ത് പോയി സാറ് ഒരു 6 മാസത്തിൽ തെയ്യം പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അത്ര തന്നെ. വാൽമീകിയുടെ ബാലിയല്ല വടക്കേ മലബാറിലെ തെയ്യത്തിൻ്റെ ബാലി. അതിലൊരു ആശങ്കയും വേണ്ട കുട്ടിക്ക്, അവിടെ ഇരിക്കും. അതിൽ ചോദിച്ചൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടത് രാമൻ്റെ പവറിനെ കുറിച്ച്, രാമൻ്റെ ശക്തിയെക്കുറിച്ച് വളരെ നല്ല ബോധം പലയിടങ്ങളിലും പല ഘട്ടങ്ങളിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പഞ്ചവടിയിൽ നിന്ന് എന്തിനാണ് പുറത്താക്കപ്പെടുന്നത്? മായാസീതയെ വെച്ചിട്ടാണ് കാര്യങ്ങൾ നടന്നത്. അത് പിന്നീടുള്ള കാര്യമാണ്. വടക്കേ മലബാറിലെ ബാലി പെറ്റ് വീണ ഉടനെ നേരെ സൂര്യനെ പിടിക്കാൻ വേണ്ടി പോയ ബാലിയാണ്. സൂര്യപുത്രനാണ്, സൂര്യനെ തന്നെയാണ് പിടിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ തപിക്കും, നിനക്ക് ചൂടാവും, അച്ഛൻ്റെ മോനാണെങ്കിലും ചൂടാവും എന്ന് പറയുന്ന തൊറ്റം വരികൾ ഇതിനകത്തുണ്ട്. വ്യത്യസ്ത ധാരകളുണ്ടാവാം, നിങ്ങളുടെ ചിന്തയെ നമ്മൾ ചെറുക്കുന്നതുമില്ല. പക്ഷെ ഇതാണ് അതിൻ്റെ ഒരു കാര്യം. അതുകൊണ്ട് ഈ വണ്ണാൻ അന്ന് രാമായണം ആർക്കാണ് പ്രാപ്യമായിട്ടുള്ളത്? രാമായണം പ്രാപ്യമായത് ഒരിക്കലും കീഴാള ജാതിക്കാർക്കല്ല. ഇപ്പോഴും പൊട്ടൻ്റെ തോറ്റത്തിൽ
ശ്രീ ശങ്കരാചാര്യരോട് ഏറ്റുമുട്ടിയിട്ടാണ് പൊട്ടൻ എന്ന് പറയുന്നത്. മനീഷ പഞ്ചകം അവിടെ ഉണ്ട്. എന്നിട്ടാണ് പൊട്ടൻ എന്ന് പറയുന്നത് തെയ്യം ഉണ്ടാകുന്നത്. ആ തെയ്യത്തിന് അവസാനം ശങ്കരാചാര്യനാണ് പറയുന്നത് ഇത് ചണ്ടാളനല്ല പരമശിവനാണ് എന്ന് പറയുന്നത് ആരാ? അതല്ലാത്തൊരു ടെസ്റ്റ് ഇപ്പോഴും അവിടെയുണ്ട്. തെയ്യത്തിൻ്റെ ഒരു ടെസ്റ്റായിട്ട് ഇപ്പോഴും ബാക്കി കിടക്കുന്നുണ്ട്. കേരളത്തിൽ ഒരു ഗോത്രവർഗ കലയും ഒരാൾക്കും ആ ഗോത്രത്തിന് അപ്പുറമുള്ള ഒരാൾ പഠിക്കാൻ ഇപ്പോഴും നമ്മുടെ ആധുനിക കാലത്തും പറ്റില്ല എന്നാണ് നമ്മളത് കൺക്ലൂഡ് ചെയ്ത് വന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ സൂചന തന്നത്. വടക്കേ മലബാറിലെ ജാതി ചംക്രമണ വ്യവസ്ഥയിൽ ഒരു വണ്ണാന് പാടണമെങ്കിൽ അത്രയാണ് ഉള്ളത്. അവിടെ ഒരു ചോദ്യമുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം പ്ലീസ്. ഒരു ചിന്ത പങ്കുവയ്ക്കുകയാണെന്ന് എടുത്താൽ മതി. ഒരിക്കലും ഇങ്ങനെ എഴുതി തെയ്യവും തിറയും പടിയിറങ്ങിയെന്ന്. ഇന്ന് മാതൃഭൂമിയുടെ ഈ ഫെസ്റ്റിവലിൽ തെയ്യവും തിറയും ഒക്കെ പടി കടന്നു വന്ന ഒരനുഭവം നമുക്ക് ബഹുസ്വരതയുടെ ഭാഗമായിട്ട് സംഭാവന ചെയ്യുവാനായിട്ട് സാധിച്ചു ഇതിൻ്റെ സംഘാടകർക്ക്. ഈ സംഘാടകർ ഒന്നു ചേർന്ന് നമ്മുടെ പെരുവണ്ണാൻ ഇവിടേക്ക് ക്ഷണിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു പെരുവണ്ണാൻ്റെ ആത്മാംശമായ ഭാവത്തെ ഈ പൊതു ബഹുസ്വരതയുടെ ഭാഗമായിട്ട് ഇവിടെ നമുക്കായി ഇറക്കി തരുവാനായിട്ട് കാണിച്ച ആ വലിയ മഹാമനസ്കത, അതിൻ്റെ മുമ്പിൽ ഒരാദരവ് അർപ്പിക്കുക, നന്ദി പറയുക. ഒരു അനുഷ്ഠാന കലയെ ഇതുപോലെയുള്ള ഒരു പൊതുവേദിയിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം കാണിക്കുക, ഒരു മനസ്സ് കാണിക്കുക. അത് അങ്ങേക്ക് കിട്ടിയ ഭാരതത്തിൻ്റെ ആ വലിയ പുരസ്കാരത്തിന് ഒരു അടിക്കുറിപ്പായിട്ട് നമുക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്താം എന്ന് എനിക്ക് തോന്നുന്നു. പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. കണ്ണാടിയില്ലേ, അത് ഇന്നൊരു ആൾക്കാരല്ലേ ഉണ്ടാക്കുന്നത്. അതിപ്പം നമ്മൾ അതിൻ്റെ പൊരുള് നമ്മൾ ചോർത്തിയെടുത്താൽ പിന്നെ അവർക്ക് ജീവിതമാർഗം ഇല്ലാണ്ടാവും. അതുപോലെയല്ലേ സാറിന്റെ കാര്യം? ഒരിക്കലും അല്ല. കാരണം ഇപ്പോൾ ഇതിൽ ആളില്ല മോളെ, അത് അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക്. വടക്കേ മലബാറിൽ ഇപ്പോൾ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ തറവാടുകൾ, കാവുകൾ ഒരുപാട് എല്ലാം നിർത്തപ്പെട്ടു പോയതാണ്. കാരണം നമ്മുടെ ഭൂപരിഷ്കരണ ബില്ലോടുകൂടി എല്ലാ കാവുകൾക്കും ദേവസ്വം മുഴുവൻ, ബ്രഹ്മസ്വം ദേവസ്വം മുഴുവൻ അനാഥമാക്കപ്പെടുകയും തെയ്യം നടത്താനുള്ള വകയില്ലാതിരിക്കുകയും ചെയ്ത കാലത്ത് ഒക്കെ എല്ലാം നിർത്തിപ്പെട്ടു പോയിരുന്നു. ഇപ്പോൾ ആധുനിക കാലത്ത് നമ്മുടെ എക്കണോമിക്സ് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. വിദേശത്തൊക്കെ പോയി ഒരുപാട് ത്യാഗം ചെയ്ത് ജോലി ചെയ്ത് പണമൊക്കെ വരുമ്പോൾ ഉടനെ തന്നെ അവിടെ ഒരു ദൈവജ്ഞൻ്റെ അടുത്ത് പോകുന്നു, പ്രാശ്നികൻ്റെ അടുത്ത് പോകുന്നു. അവർ പറയുന്നു നിങ്ങൾക്ക് തറവാട്ടിൽ നിങ്ങളെ പാരമ്പര്യമായിട്ടൊരു തെയ്യമുണ്ട്, അതിനെ കെട്ടിയാടിക്കണം. അങ്ങനെ കെട്ടിയാടിക്കാൻ വേണ്ടി പോയിട്ട് ഇപ്പോൾ പെരുവണ്ണൻ ഇന്നിപ്പോൾ ഇവിടെ വരുമ്പോൾ 3 സ്ഥലങ്ങളിലെ തെയ്യം അതാത് കാലത്ത് നിശ്ചയിക്കപ്പെടുന്നതല്ല, ഘട്ടം ഘട്ടങ്ങളായിട്ട് നിശ്ചയിക്കുന്ന. തക്കുറിയാണെങ്കിൽ ഇയാൾക്ക് വരാൻ പറ്റില്ല, ഈ ദിവസത്തും വരാൻ പറ്റില്ല. തക്കുറി എന്ന് പറഞ്ഞാൽ ആ ദിവസം പോയിരിക്കണം. വണ്ണാൻ, മലയൻ ഇവർ തക്കുറി കളിയാട്ടക്കാരാണെങ്കിൽ ആ ദിവസം ലോകത്ത് എവിടെന്നെങ്കിലുമായിട്ട് ആളെ കൊണ്ടുപോയി കൊടുത്തിരിക്കണം. അത് അലിഖിതമായൊരു നിയമമാണ്. ഇപ്പോഴും കോടതിയിൽ പോലും ചോദ്യം ചെയ്താൽ ഇവർ ശിക്ഷ ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഇവർ നിൽക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു വിഷയം. അതുകൊണ്ട് ഇവിടെ ആളില്ല, നമുക്ക് സേട്ടന്മാരെ കൊണ്ടുവന്നിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ നോക്കിയാൽ നടക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം നമുക്കറിയാലോ, നമ്മളിപ്പോൾ എംപ്ലോയ്മെൻറ്റ് റീഫിൽ ചെയ്യുന്നത് അന്യ സംസ്ഥാനക്കാരെ കൊണ്ടാണ്, മറ്റൊരു സമുദായത്തിന് പോലും പറ്റില്ല. ഇപ്പോൾ സുരേഷ് ഗോപിയെ തെയ്യം കെട്ടി ഇറക്കിയ ഒരാളാണ് ഇദ്ദേഹം. ജയരാജൻ്റെ സിനിമയിൽ, ആദ്യത്തെ കളിയാട്ടം എന്ന് പറയുന്ന സിനിമയിൽ സുരേഷ് ഗോപി കെട്ടിയാട്ട് നിങ്ങൾ കണ്ട തെയ്യത്തിൻ്റെ അതിൻ്റെ കാണാത്ത പതിപ്പ് കിട്ടിയ മനുഷ്യനാണ് നാരായണ പെരുവണ്ണൻ. അന്ന് വയലപ്രകണ്ണ പെരുവണ്ണൻ ഇവരൊക്കെ വലിയ സംഘം തന്നെ ഉണ്ടായിരുന്നു. ഇവരാണ് കെട്ടി റെഡിയാക്കി വെച്ചത്. പക്ഷേ സുരേഷ് ഗോപിക്ക് ഇപ്പോഴും അതെന്താണെന്നുള്ള കാര്യം അറിയില്ല. ചോദിച്ചു നോക്കിയാൽ പറയും. പെരുവണ്ണൻ തന്നെ അത് പറയുന്നതാണ് നല്ലത്. ശരി, അത് നമ്മൾ തെയ്യം കെട്ടിക്കാന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞില്ലേ, പരമ്പരാഗതമായിട്ട് ഇതിൽ ഗൂഢമായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഞങ്ങൾ ഒരിക്കലും പുറത്തു കൊടുക്കൂല, ഒരു കാരണവശാലും കൊടുക്കില്ല. ഇതിന് മൂലമന്ത്രം കൊടുക്കൂല. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം എല്ലാവർക്കും എല്ലാ തൊഴിലും എല്ലാവർക്കും ചെയ്യാം. ഇപ്പം ആശാരിയാണോ ആശാരിപ്പണി എടുക്കുന്നത്? അല്ല, മറ്റുള്ളവർ എന്തെല്ലാം തൊഴിൽ ചെയ്ത് ജീവിക്കുന്നുണ്ട്. ഞാൻ എടുക്കാത്ത തൊഴിൽ ബീഡി ചുരുട്ടൽ മാത്രമാണ്. എനിക്കിതാവുന്നില്ല, ചുരുട്ടാൻ കിട്ടുന്നില്ല, അതുകൊണ്ട് ഒഴിവാക്കിയതാണ്. ഞാൻ എല്ലാ തൊഴിലും ശീലിച്ചാളാണ്. നെയ്ത്ത് പണി മുതൽ, തുന്നപ്പണി മുതൽ, പുരമേയാൻ പോയിട്ടുണ്ട്, കിണർ വയ്ക്കാൻ പോയിട്ടുണ്ട്, കല്ല് കൊത്താൻ പോയിട്ടുണ്ട്, കല്ല് വെക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ തൊഴിലും ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ അതുപോലെ എൻ്റെ തൊഴിൽ നമുക്ക് വേറെയാൾക്ക് കൊടുക്കാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള, അതാവില്ല. അത് പരമ്പരാഗതമായിട്ട് അതിന് ചില അനുഷ്ഠാനങ്ങളും അതിൻ്റെ അയക്കുന്ന ആ ഒരു ഗുരുമുഖത്തു നിന്ന് തന്നെ അങ്ങനെ കിട്ടിയാൽ മാത്രമേ അതിനെക്കൊണ്ട് പ്രയോജനമുള്ളൂ. ഇപ്പം നിങ്ങൾക്കിപ്പം ബാലികെട്ടം എന്തോ നിങ്ങൾക്കും കെട്ടാം, അത് വേഷം മാത്രം. അതിപ്പോൾ ഒരു കലയായിട്ട് അത് നിങ്ങൾക്ക് വേഷം മാത്രം കെട്ടാം. അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ സുരേഷ് ഗോപി ഇപ്പം തെയ്യം കിട്ടിയില്ലേ, അയാളെ കൊണ്ട് ആ മുച്ചിലോട്ടാവിന് തിരുവടി ഒപ്പിക്കുമാരെങ്കിലും ഇല്ല.
ആ ചോദ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തമായിരിക്കുന്ന കാര്യം അതാണ്. അത് പറ്റൂല. ഇപ്പം ആർക്കും വേണ്ടിക്കും ചെയ്യാം. ഇപ്പം നമ്മളിങ്ങനെ ചില ആൾ പറയും ആ വളവർ ഇപ്പോൾ തിരുവപ്പന കെട്ടാൻ, തിരുവപ്പന ചില കുടലും തടിയൊക്കെ പോകുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ആ വളവർത്ത് ഒരു ആജിക്കുണ്ട്, അയാളൊക്കെ വെട്ടിക്കൊടുത്താൽ നല്ല തിരുവപ്പനായിരിക്കും. എന്തായിരിക്കും ഭംഗിയുണ്ടാവുക കിട്ടിയാൽ. പക്ഷെ അത് തിരുവപ്പനാവോ? ആവൂല. അത് വണ്ണാ സമുദായത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ മലയ സമുദായത്തിൽപ്പെട്ടതോ അങ്ങനെയുള്ള ഈ തെയ്യം കിട്ടുന്ന വിഷയത്തിലുള്ള ആൾക്കാർക്ക് മാത്രം. ഇപ്പോൾ എല്ലാവർക്കും അവരിപ്പം കോപ്പാളന്മാർ തെയ്യമുണ്ട്. ആ തെയ്യത്തെ പറ്റി നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും? ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രത്യേകതയുണ്ട്. അവരെ തെയ്യത്തിൽ നമ്മൾ മറ്റുള്ളവർ ചെണ്ടെന്നും വേണം, അവരെന്നെ കൊട്ടും. അതുകൊണ്ട് എന്താ പറയുക, നിങ്ങൾ ഇപ്പുറത്ത് തീ പിടിച്ചാൽ അവരെ തെയ്യം അവർ കഴിക്കും. അവർ രണ്ടോട്ടും അവർ ഒറ്റം കഴിക്കും, അവർ തെയ്യം ചെയ്യും, അതെല്ലാം ചെയ്യും. ഇപ്പം ഒന്നും ചിന്തിക്കില്ല. അവർ ആ ക്ഷേത്രത്തിൽ എന്തൊക്കെ വേണോ അതിൻ്റെ കൃത്യമായ ഇഷ്ടാനത്തോടു കൂടാ. അതാരോട് ചോദിക്കലുമില്ല. അവരുടെ കർമ്മിയാടെ വരും, അതിൻ്റെ പൂജകൾ കഴിയും. എന്നാൽ തുടങ്ങാം അല്ലേ, ആ പടുകുടുകുടു തൊട്ടി ചേട്ട കൊട്ടി തെയ്യം അവർ തുടങ്ങൽ കഴിച്ചു. ഉടനെ അതിന് മറ്റൊരു കാര്യങ്ങൾ ചെയ്തു. അത് പിന്നെ ഇപ്പുറം എന്ത് തെയ്യം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ആടെ അത് ചെയ്യുന്നുണ്ടോ അതൊന്നും അവർ നോക്കൂല. അത് അവരുടെ കൃത്യമായിരിക്കുന്ന പാരമ്പര്യമായിട്ട് അനുഷ്ഠിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ട അനുഷ്ഠാനമാണ്. അതുകൊണ്ട് അവരതിൽ നിന്ന് ഒരു തരത്തിലും വിജയിക്കാണ്ട് അവർ മുമ്പോട്ട് പോകുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ തെയ്യത്തിൽ നമ്മൾ വായിക്കുന്ന ചില അനുഷ്ഠാനമായിരിക്കുന്ന ചില കാര്യത്തിൽ അതിൽ മൂലമന്ത്രങ്ങളും അതിൻ്റെ ഗൂഢമായിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആർക്കും കൊടുക്കില്ല. അതിപ്പോൾ നമ്മൾ പരമ്പരാഗതം എൻ്റെ അച്ഛൻ്റെ എഴുതി വെച്ച ഒരു ഗ്രന്ഥത്തിൽ, നമ്മൾ തോറ്റത് മിച്ചോട്ട് പോയതിൽ തോറ്റത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെയോ എൻ്റെ ഗുരുവിൻ്റെയോ സമ്മതമില്ലാതെ ഇതാർക്കും കൊടുക്കരുത്. എൻ്റെ അനിയനും എൻ്റെ അനിയൻ്റെ മക്കളും അങ്ങനെ വഴിക്ക് വഴി ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം ആ ഓലേൻ്റെ ഫ്രണ്ട് പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആർക്ക് കൊടുത്താലും ഗുണകരമാവില്ല. ആ ശാപം എപ്പം ആ ഇപ്പം എന്നോട് ഇപ്പം 2-3 നാളിപ്പം നമ്മൾ ഫോക്ലോറൊക്കെ രാഘവട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് വെച്ചു, പിറന്നാ മുച്ചോട്ട് പോയതിൻ്റെ കാര്യം രാഘവട്ട, ഞാൻ ഈ അവസാന നിമിഷത്തിൽ എന്തിനാ ഞാൻ അങ്ങനെ ഒരു പാപം ചെയ്യുന്നത്? ഇത്ര വരെ എൻ്റെ ഗുരുനാഥന്മാരും എൻ്റെ അച്ഛനും നീ ഇത്രയും കാലം അതിൻ്റെ ആ അനുഷ്ഠാനത്തോടു കൂടി ചെയ്തത് കൊണ്ട് ഇനി നീ ആ വഴിക്ക് പോകണ്ട. എൻ്റെ മനസ്സിൽ തോന്നിക്കുന്നു. അന്നേരം ഞാൻ ഈ ഓലി എടുത്തിട്ട് രാഘവട്ടിന് കാണിച്ചു കൊടുക്കുന്നു. രാഘവട്ട ഇത് കണ്ടുവാ, ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് തരുക ഈ അവസാന നിമിഷത്തിൽ. അപ്പോൾ ഒരുപക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കാം ഈ പത്മശ്രീ എന്നിലേക്ക് അവിടെയും വിശ്വാസം വളരെ കൃത്യമായിട്ട് കൂടെയുണ്ട്. ഈ മലയനും പിന്നെ വണ്ണാനും അല്ലാതെ അവിടെ കിട്ടുന്ന നേരത്തെ വേലന്മാരെ കുറിച്ച് പറഞ്ഞല്ലോ, പുലയരുണ്ട്. മഞ്ചേശ്വരത്ത് നലുക്കതായ എന്ന് പറയുന്നൊരു സമുദായമുണ്ട്. അങ്ങനെ ഇപ്പോഴും വളരെ ദൂരെ ചിരട്ടയിൽ മാത്രം ചായ കിട്ടുന്ന സമുദായങ്ങളൊക്കെ കേരളത്തിൽ തന്നെയുണ്ട്. അവരൊക്കെ തെയ്യം കിട്ടുന്ന ജാതിക്കാരുമാണ്. ഈ ഒരു മണിക്കൂർ നേരം നമ്മൾ പത്മശ്രീ നാരായണ പെരുവണ്ണാനുമായിട്ട് ചർച്ച ചെയ്ത കാര്യങ്ങൾ, അനുഷ്ഠാനം എന്താണ്, ജീവിതം എന്താണ്, അതെങ്ങനെയാണ് കലയാവുന്നതെന്നും ഒരു ജീവിതത്തെ എങ്ങനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താവുന്നതാണ്. നമ്മുടെ സമയം വളരെ കൃത്യമായിട്ട് തരികയാണ്.